സാറേ ആ
समस्ता सुखिनो भवन्तु, लोका समस्ता सुखिनो भवन्तु। लोका समस्ता सुखिनो भवन्तु। अजब तेरी दुनिया मालिक, अजब तेरी दुनिया। लोका लोका समस्त सुखिनो भवन्तु। May there be well-being to the people. May the kings rule the earth along the right path. May all the griefs of the world become happy. Peace, peace, peace everywhere. अजब तेरी दुनिया मालिक। लोका समस्ता सुखिनो भवन्तु। 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 सुखिनो भवन्तु। ഹലോ സാർ, സ്റ്റാർട്ട് ചെയ്യാലോ? വണ്ടർഫുൾ ഗുഡ് ഈവനിങ് ടു ഓൾ. വളരെ അധികം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹിസ് സ്റ്റോറി എന്ന പ്രോഗ്രാമിന്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. വളരെ സന്തോഷമുണ്ട്. എനിവേ ജസ്റ്റ് ഇന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് മിഥുൻ എന്നാണ്. സ്വദേശം കുട്ടനാട് രാമഗിരിയാണ് സ്ഥലം. GC ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞ 4 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയുടെ NTC റാങ്കിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എനിവേ അധിക സമയമൊന്നും ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളിൽ ഒരുപാട് ഒരു അക്ഷമരായിട്ട് ഇരിക്കുകയാണെന്നുള്ള കാര്യം അറിയാം. കാരണം ഇന്ന് ലിങ്ക് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ, കാരണം ഇവൻ 1, 2, 3 കൗണ്ട് ചെയ്ത് നമുക്ക് പോകാൻ പോലും പറ്റാത്ത സ്പീഡിലാണ് ആൾക്കാർ പെട്ടെന്ന് 1000ലേക്ക് വന്ന് എത്തിയത്. കാരണം എനിക്കൊരു വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ 1000 പേരോളം തികഞ്ഞ് ബാക്കിയുള്ള 1000-ന് പുറത്ത് ആൾക്കാർ യൂട്യൂബിലും കണ്ടുകൊണ്ടിരിക്കുന്നു ഈ പ്രോഗ്രാം. എനിവേ ഇന്ന് വളരെയധികം സന്തോഷം. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഹിസ്റ്റോറിയുടെ സെക്കൻഡ് ഡേ നമുക്ക് വേണ്ടി ഇന്ന് പ്രസന്റ് ചെയ്യാൻ, അദ്ദേഹത്തിന്റെ സ്റ്റോറി പറയാൻ, അല്ലെങ്കിൽ ഹിസ് സ്റ്റോറി അതൊരു ഹിസ്റ്ററി ആക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ മുന്നിൽ നിന്ന് അവതരിപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്ന പേഴ്സണാലിറ്റി അത് വേറെ ആരുമല്ല, ഏതൊരു സാധാരണക്കാരും ഈ ഒരു മഹത്തായ ഓപ്പർച്യൂണിറ്റിയിലൂടെ വൻ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ഇന്ന് ഇന്ത്യ ഒട്ടാകെയുള്ള ആൾക്കാർക്ക് പ്രചോദനം നൽകിക്കൊണ്ട് അത് തെളിയിച്ചുകൊണ്ട് എത്തിയിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം ഒരു ഗ്രൗണ്ട് ടു എർത്ത് എന്ന് അദ്ദേഹത്തെ പറ്റി വിശേഷിപ്പിക്കാൻ സാധിക്കും. കാരണം വളരെ പേഴ്സണലി ഞങ്ങൾ കഴിഞ്ഞ ദുബായ് ട്രിപ്പിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഒരുപാട് നേരം സംസാരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വിലയേറിയ ഒരുപാട് നിർദ്ദേശങ്ങൾ അതിനുശേഷം എനിക്കാണെങ്കിലും പേഴ്സണലി ബിസിനസ്സിൽ ഒരുപാട് പ്രയോജനം ചെയ്തതാണ്. എനിക്ക് അധികം ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഇന്ന് നമ്മൾ കേൾക്കാനിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. അതായത് വളരെ ബാക്കി ഞാൻ അത് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സസ്പെൻസ് ചെയ്യാൻ പൊളിക്കുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട്
അതിലേക്കൊന്നും കിടക്കുന്നില്ല. എനിവേ വളരെ 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 സ്നേഹത്തോടു കൂടി നമുക്ക് ഇന്ന് വേണ്ടിയിട്ട് സെഷൻ എടുത്തു തരാൻ, സെഷനിൽ അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് വേണ്ടി പറഞ്ഞു തരാനായിട്ട് ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റയർ ഗ്രീൻ ചേംബർ ഇന്റർനാഷണലിലെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെയും ലീഡേഴ്സിന്റെയും പേരിൽ ഞാൻ വളരെ ഹാർദവമായി വയനാട് സ്വദേശിയായ കമ്പനിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ITC ഇന്റർനാഷണൽ ടീം ഓണറായ നമ്മുടെ ഗ്രേറ്റ് ലീഡർ സോമകുമാർ സാറിനെ ഞാൻ വളരെ ഹാർദവമായിട്ട് നമ്മുടെ ഈ സ്റ്റോറി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ പ്ലീസ്. ഓക്കെ, നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ഈ സമയത്ത് ഇവിടെ വന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതിൽ. കാരണം ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിലാണല്ലോ നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രത്യേകിച്ചുള്ള സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അനീസ് സാർ എന്നെ ഫോൺ വിളിച്ചു. അനീസ് സാറ് ഫോൺ വിളിച്ച സമയത്ത് എന്തിനാണെന്ന് സാധാരണ അനീസ് സാർ എന്തെങ്കിലും ഇതേപോലുള്ള പ്രോഗ്രാംസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും എമർജൻസി കാര്യത്തിന് സാർ വിളിക്കാറുള്ളൂ. പക്ഷെ ഇടയ്ക്ക് അനൂപ് സാറ് ഇടയ്ക്ക് വിളിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാളും IUDCയുടെ യൂണിയനിലാണ് ഉള്ളത്, സംസ്ഥാന കമ്മിറ്റിയിലാണ് ഉള്ളത്. പക്ഷെ അനീസ് സാറിന്റെ ഈ ഫോൺ കോള് വന്ന സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പൊ സാറിനോട് പറഞ്ഞ സോമൻ സാറെ, ഇങ്ങനെ ഈ ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ, അപ്പൊ ഈ സമയത്ത് നമ്മള് ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ ഈ ബിസിനസ്സിലെ എക്സ്പീരിയൻസ് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യണം. ഞാൻ ഒരിക്കലും നോ പറയത്തില്ല. കാരണം എൻ്റെ ഈ ബിസിനസ്സിൽ എൻ്റെ ഒരുപാട് വളർച്ചയ്ക്ക് എനിക്ക് ഒരുപാട് താങ്ങും തണലും ഒരുപാട് നിർദ്ദേശങ്ങൾ തരാനും ഈ രണ്ട് വ്യക്തികളും, നമ്മൾക്ക് സ്വതവേ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, മനിയം ബാബ, ചേട്ടൻ ബാബ, ആരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഈ വ്യക്തികള് അനീസ് സാറും അനൂപ് സാറും ഒരുപാട് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഒരിക്കലും ഞാൻ എൻ്റെ അപ്ലൈൻ ആയിട്ടുള്ള മുബീൻ മുഹമ്മദ് സാറിന്റെ ഒരു വിങ്ങിലുള്ള ആളെന്നല്ല, നമ്മളെ ലൗലൻ അല്ല. ശരിക്കും പറഞ്ഞാൽ ഇവര് രണ്ടാളും എൻ്റെ അപ്ലൈൻ തന്നെയാണ്. കാരണം അങ്ങനെയാണ് ഞങ്ങൾ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നത്. എന്തായാലും ഈ ഒരു അവസരത്തിൽ ഈ അനൂപ് സാറിനും അനീസ് സാറിനും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. അതിന്റെ കൂടെ നമ്മളെ ഗ്രേറ്റ് ലീഡർ ബെല്ലി സാർക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് പരിചയപ്പെടുത്തി, പേര് സോമകുമാർ എന്നാണ്. എൻ്റെ സ്വദേശം കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിലാണ്. സാറ് ജസ്റ്റ് അത് തെറ്റിപ്പോയി തോന്നുന്നു, കുഴപ്പമില്ല. വയനാടായിട്ട് ബന്ധമുണ്ട്. വയനാട് എൻ്റെ വൈഫ് വയനാടാണ്. ഓക്കെ, ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഈ മേഖലയിൽ വന്നിട്ട് കുറച്ച് നല്ല കാലങ്ങളായി. 13 വർഷത്തോളം എക്സ്പീരിയൻസ് എനിക്കിപ്പം ഈ മേഖലയിലുണ്ട്. ഞാൻ എൻ്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തുടങ്ങുമ്പം എന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് എന്നെ ഈ ലെവലിലേക്ക് എത്തിച്ച ഒരു വലിയൊരു മനുഷ്യൻ, വയനാടുകാരൻ, ഒരു കാർഷിക മേഖലയിൽ നിന്ന് വരുന്ന MS പ്രസാദ് എന്ന് പറയും. സാറിന് കമ്പനിയുടെ ITC റാങ്കിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിപ്പിച്ച് തന്ന് എന്നെ ഈ ലെവലിലേക്ക് എത്തിക്കാൻ ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട് ആ മനുഷ്യൻ. അപ്പൊ എന്തായാലും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ MS പ്രസാദ് സാറിനും ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതിന്റെ കൂടെ തന്നെ എൻ്റെ അടുത്തൊരു ഗ്രേറ്റ് അപ്ലൈൻ ആണ് നമ്മളൊക്കെ റോയൽ ഡയമണ്ട് എക്സിക്യൂട്ടീവ് മുബീൻ മുഹമ്മദ് സാർ. അപ്പൊ സാറിനും ഈ ഒരു അവസരത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. എന്തായാലും ചെറിയ കാര്യങ്ങൾ, കാരണം വലിയ ട്രെയിനിങ് ഒന്നല്ല കേട്ടോ, കാരണം അങ്ങനെ എടുക്കാൻ ഞാൻ ആളല്ല. കാരണം എന്നെക്കാട്ടും വലിയ ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഈ ബിസിനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ വന്ന ഈ ഒരു വലിയൊരു ബിസിനസ്, അപ്പം ഈ ഒരു കോവിഡിന്റെ ഈ സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ നല്ല പ്രൊഡക്റ്റുകൾ കമ്പനി എങ്ങനെയാണ് ഈ പ്രവീൺ സാറിനൊക്കെ ഇത് നമ്മുടെ മാനേജ്മെന്റ് ഇത്രയും കാര്യങ്ങൾ മുൻകൂട്ടി ഒരു ദർശനം കിട്ടുമ്പോൾ കിട്ടുന്നത് എനിക്ക് അറിയത്ത് പോലും ഇല്ല. വലിയ അതിശയമാണ്. കാരണം ഇപ്പോഴത്തെ ആ പ്രൊഡക്റ്റുകളും ഇന്നത്തെ സാഹചര്യങ്ങളും വെച്ച് നോക്കുന്ന സമയത്ത് ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പം എന്തായാലും ഈ ഒരു മേഖലയിലേക്ക് ഞാൻ വരാനുള്ള കാരണം ചെറിയ കാര്യങ്ങൾ കുറച്ച് സമയം കൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പം എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഒരിക്കലും ഒരു കഥ പോലെയായിട്ട് തോന്നരുത്. എന്തായാലും കാരണം എൻ്റെ വിദ്യാഭ്യാസം, എനിക്ക് വലിയൊരു വിദ്യാഭ്യാസം ഒന്നും ഇല്ല. ഞാൻ 8ാം ക്ലാസ്സിൽ കാക്കൊല്ലം വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അത് വെച്ചിട്ടാണ് ഉള്ള സർക്കസ് സ്റ്റേജ് കളിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചിട്ട് അതുകൊണ്ട് എന്റെ വാക്കുകളിൽ ചില കണ്ണൂർ സ്ലാങ് ഒക്കെ കയറി വരും. അപ്പം അതുകൊണ്ട് ഒന്നും തോന്നരുത്, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഞാൻ എൻ്റെ വിദ്യാഭ്യാസം 8ാം ക്ലാസ് കാക്കൊല്ലത്തിൽ നിർത്താനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. പഠിക്കാൻ മടിയനായിട്ടല്ല. അമ്മ, അച്ഛൻ, 3 പെങ്ങന്മാരുടെ കുടുംബമായിരുന്നു. അച്ഛൻ കരിങ്കൽ കോറയിലുള്ള തൊഴിലാളിയാണ്. അമ്മ അതേ കോറയിൽ തന്നെ കൂലിപ്പണിക്കാരിയാണ്. 3 പെങ്ങന്മാരുണ്ട് എനിക്ക്. എൻ്റെ 2 മൂത്തതും ഒരാളല്ലേ, ഞാൻ 3ാമത്തതാണ്. അപ്പം അച്ഛനും അമ്മയും നന്നായിട്ട് പണിയെടുക്കും.
പക്ഷെ ഉണ്ടാകുന്നൊരു പോരായ്മ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛൻ നന്നായിട്ട് ജോലി ചെയ്യും, നല്ല കാശും ഉണ്ടാക്കും, നല്ല പണിക്കാരനുമാണ്. പക്ഷേ ആള് നന്നായിട്ട് അതേപോലെ മദ്യപിക്കുകയും ചെയ്യും, നന്നായിട്ട് മദ്യപിക്കും. അതേപോലെ ആള് നല്ല ചീട്ട് കളിയുണ്ട്. അപ്പൊ കാശ് പോകുന്നതിന് വേറെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എന്നാലും സ്നേഹമുള്ള അപ്പനാണ്. പക്ഷേ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അമ്മയാണ്. അമ്മ കൂലിപ്പണിക്ക് പോവും, കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ചെറിയൊരു വീട്, ഓല വീട്. അവിടുന്ന് എല്ലാ കാര്യങ്ങളും മക്കൾക്കും 4 മക്കൾക്കും പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്യുന്നു. പക്ഷെ അമ്മയ്ക്ക് അതിനെ കൊണ്ടൊന്നും തികയില്ല. ഒരുപാട് സമയത്ത് അമ്മ സങ്കടപ്പെട്ട് പോയിട്ടുണ്ട്. ചെറിയ രീതിയിലൊന്നല്ല. കാരണം പിന്നെ അപ്പനും വെള്ളടിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു സൈഡില്, നമ്മളെ വളർത്താനുള്ള ഒരു ടെൻഷൻ അമ്മയ്ക്ക് അടുത്തൊരു സൈഡില്. ആ സമയത്ത് അമ്മ വൈകുന്നേരം ഒരു 6 മണിക്ക് അമ്മ കോറയിൽ നിന്ന് വേഗം വരും. ഒരു ചെറിയൊരു സഞ്ചി എടുത്തുകൊണ്ട് തൊട്ടടുത്ത ടൗണിലേക്ക് പോകും. അപ്പം അവിടെ പോയിട്ട് കടമാണ് സാധനം വാങ്ങിക്കുന്നത്. മിക്ക സമയത്തും ആഴ്ചകളിൽ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ പിറ്റേത്തെ ആഴ്ച കൊണ്ട് കടക്കാരൻ നന്നായിട്ട് പറയും. കാരണം നമ്മൾക്ക് വേണ്ടപ്പെട്ട റിലേഷൻ തന്നെയാണ് അവര്. പക്ഷെ നന്നായിട്ട് പറയും അവര്. എന്നാലും അമ്മ ആൾക്കാരുടെ മുമ്പിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ നാണം കെട്ട് അങ്ങനെയാണ് ഈ സാധനം വാങ്ങിച്ചത്, എന്തായാലും അടുത്തച്ച് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാലും ഇങ്ങനെ വളർത്തുന്ന സമയത്ത് നല്ല ഭക്ഷണമൊന്നുമില്ല. കാരണം അമ്മ എന്തെങ്കിലും വൈകുന്നേരം ഷോപ്പിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സാധനം കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കും. അമ്മ ഒരു വലിയൊരു പഴമില്ലേ, നേന്ത്രപ്പഴം എന്ന് പറയും അല്ലെ, അപ്പൊ ആ പഴം 4 ആക്കി മുറിക്കും, 4 ഭാഗം. കാരണം 4 മക്കളുണ്ട്, അമ്മയ്ക്കില്ല. അച്ഛൻ പിന്നെ എന്റെ നൈറ്റ് ഒരുപാട് സമയം, നൈറ്റ് ഡ്യൂട്ടി ആണല്ലോ, ഒരുപാട് സമയം തരാൻ. പക്ഷേ ഈ 4 പീസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം എത്രയും പെട്ടെന്ന് ഈ സാധനം അടിക്കും. അതിന്റെ ഞാൻ വിഹിതം ഞാൻ കഴിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, ഞാൻ അതിന്റെ തൊലി കംപ്ലീറ്റ് ഇങ്ങനെ കാർന്ന് തിന്നും. അതിന്റെ ലാസ്റ്റ് ആയിട്ട് ആ മഞ്ഞക്കളർ ലാസ്റ്റ് മാത്രമേ പുറത്ത് മാത്രമേ കളയാറുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ തന്നെ അടിക്കും. പെങ്ങന്മാരൊക്കെ കഴിച്ചതിന് ചിലപ്പോൾ തൊലിയും കൂടി ഞാൻ തന്നെ അടിക്കും. കാരണം വിശപ്പ് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് വിഷമിച്ച് നിൽക്കുന്ന ഈ സമയത്ത് അമ്മ പഠിപ്പിക്കുമ്പം എന്തായാലും നമ്മളെ ചെലവിന്, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കണമല്ലോ. അപ്പൊ എന്തെങ്കിലും കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്തേ പറ്റുള്ളൂ. സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തില് 2 മാസം സ്കൂള് ലീവ് ആകുന്ന സമയത്ത്, ആ വെക്കേഷൻ സമയത്ത് ഡ്രസ്സിന്റെ ഓൾസ് കെട്ടിക്കൊടുക്കാൻ പോകും. അപ്പം അവിടെ ഓൾസ് കെട്ടിപ്പോയാൽ അവിടുന്ന് അവര് ഭക്ഷണം തരും, വൈകുന്നേരത്ത് വരെ ചായ തരും. അതൊക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ 2 മാസം കെട്ടിക്കൊടുത്താൽ സ്കൂൾ തുറക്കുമ്പോൾ ഒരു ഷർട്ടും ഒരു ട്രൗസറും തരും. അപ്പം അങ്ങനെയൊക്കെയാ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ ഞാൻ എത്തി. 8ാം ക്ലാസ്സിൽ എത്തിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, 8ാം ക്ലാസ് കാക്കോലെ ഇപ്പൊ തീരെ പോകാൻ പറ്റുന്നില്ല, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ എന്റെ വിദ്യാഭ്യാസം അവിടെ വെച്ച് നിർത്തി. പക്ഷെ എന്നാലും എന്റെ അമ്മ പറഞ്ഞു, മോനെ നന്നായിട്ട് പഠിക്ക്, ഇനി പോലെ അമ്മയുടെ കഷ്ടപ്പാടം നോക്കണ്ട. അപ്പൊ എന്നാലും അമ്മയുടെ കഷ്ടപ്പാടാകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഈ ചെറുപ്രായത്തിൽ ഞാൻ ഒരു ജോലിക്ക് കയറി. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എന്താണ് ഒരു സംഭവം എന്ന് മനസ്സിലായില്ലല്ലേ. അപ്പം 1989 ഞാനൊരു സൈക്കിൾ ഷാപ്പില് 10 രൂപ കൂലി. സൈക്കിള് റെന്റിന് കൊടുക്കുമ്പോൾ എഴുതി വെക്കണം, വന്നു കഴിഞ്ഞാൽ അതിന്റെ സമയം നോക്കണം, എത്ര മണിക്കൂറായത്, ആ മണിക്കൂറിന് കാശ് മേടിച്ച് വെക്കണം. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. വൈകുന്നേരം സൈക്കിൾ ഒന്ന് തുടച്ചു വെക്കണം, കട പൂട്ടണം. അപ്പം അങ്ങനെ 10 രൂപക്ക്, അപ്പൊ വൈകുന്നേരം 5 രൂപക്ക് ഉള്ള ചായ ഞാൻ കഴിക്കും. കാരണം ഞാൻ പൊറോട്ട എന്ന് പറഞ്ഞ സാധനം എന്റെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പൊ ഞാൻ പൊറോട്ട കറിക്ക് ഒരു 5 രൂപ ഞാൻ തന്നെ ചെലവാക്കും, 5 രൂപ അമ്മയ്ക്ക് കൊണ്ടുപോയി. ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 1 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അതിനുശേഷം 1990 ഞാൻ എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചാൽ, കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജില് എന്റെ അമ്മയുടെ മാമന്റെ മക്കളാണ് ക്യാൻറ്റീൻ വർഷങ്ങളായിട്ട് നടത്തുന്നത്. അപ്പം ആ ക്യാൻറ്റീനിലേക്ക് ഞാൻ മാറി. 5 വർഷം അവിടെ 25 രൂപയാണ് എന്റെ തുടക്കത്തിലുള്ള എന്റെ കൂലി. പക്ഷേ കൂലിയല്ല പ്രശ്നം, നമുക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. പക്ഷെ പണിയെടുക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും. കാരണം ഞാൻ 5 വർഷം അവിടുന്ന് ചെയ്തിട്ട്, അവിടുന്ന് ഞാൻ 5 വർഷം കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ എന്റെ അമ്മയുടെ മാമന്റെ മകനും അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അവരെല്ലാവരും പറയായിരുന്നു, സോമകുമാർ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് 2 ആൾ സോമകുമാറിന്റെ സ്ഥാനത്ത് 2 ആൾ വേണം. അങ്ങനെയൊക്കെ പറയില്ല. കാരണം ഞാൻ നൈറ്റിലാണെങ്കിലും ചെയ്യേണ്ട ഒരുപാട് പണികളൊക്കെ ചെയ്തു വെക്കും. അപ്പം എല്ലാം നീറ്റായിട്ട് നോക്കും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ട പണി. നമ്മൾ നന്നായിട്ട് സ്പീഡായിട്ട് ചെയ്യണം. കാരണം നമ്മൾ തന്നെ ചെയ്യേണ്ട സമയത്ത് നമ്മൾ അലസമായിട്ട് ചെയ്തിട്ട് വല്ല കാര്യമില്ല, ഏത് മേഖലയിലാണെങ്കിലും. അങ്ങനെ 95 വരെ, 1995 വരെ ഞാൻ അവിടെ വന്നു. 1995 ഞാൻ ആദ്യമായിട്ട് ലോറിയിലെ ക്ലീനറായിട്ട് കയറി. എന്റെ അമ്മയുടെ ചേച്ചീന്റെ മകന്റെ ലോറിയാണ്, അതായത് എന്റെ ഏട്ടൻ തന്നെയാണ്. അപ്പം ആളുടെ ലോറിയിൽ ഞാൻ ക്ലീനറായിട്ട് കയറുന്നു. 1 വർഷം കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിൽ തന്നെ പല പല സ്ഥലങ്ങളിൽ കരിങ്കല്ലായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഞാൻ അതിൽ ക്ലീനറായിട്ട് വന്നു. അതിനുശേഷം ഞങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ വർക്ക് കുറഞ്ഞ സമയത്ത് നേരെ വയനാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വയനാട്ടിലേക്ക് ഭയങ്കര ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം അവിടെ മുന്നേ പോയ ആൾക്കാരൊക്കെ പറയും, മോനെ ഭയങ്കര തണുപ്പാണ്,
വണ്ടിയുടെ ഡീസലൊക്കെ ഇങ്ങനെ കട്ട പിടിക്കുന്ന കാലഘട്ടമാണ്. അവിടെ ഭയങ്കര ഒരാളോട് ചിരിക്കാൻ പറ്റില്ല, ചുണ്ടൊക്കെ ഇങ്ങനെ കീറിപ്പോവും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട്. അപ്പോൾ പോകുമ്പോൾ ഞാൻ വിചാരിക്കും അവിടേക്ക് വയനാട് എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ കുറെ ആദിവാസി സമൂഹത്തിലുള്ള ആൾക്കാരും അങ്ങനെ വലിയ അങ്ങനെയാണ് എന്റെ ധാരണ കംപ്ലീറ്റ്. അപ്പം എന്നാലും വയനാട്ടിലേക്ക് ചേക്കേറി. അവിടുന്ന് വയനാട്ടില് 96 ഞാൻ വയനാട്ടില് ഞാൻ ക്ലിയറായിട്ട് വന്നതിന് ശേഷം 2 വർഷം കഴിഞ്ഞ സമയത്ത് എനിക്ക് അവിടെ ഒരു കരിങ്കിൽ കോറി കിട്ടി. അപ്പം മുന്നേ കോറിയായിട്ട് അങ്ങനെ ബന്ധമുള്ളത് കൊണ്ട്, എന്റെ വീട്ടിൽ തൊട്ടടുത്ത് കോറി ആയതുകൊണ്ടും എനിക്ക് അതിനോടുള്ള ഒരു ചെറിയൊരു ഇഷ്ടമുള്ളത് കൊണ്ടും എനിക്കൊരു കോറി നടത്താൻ കിട്ടി. ഞാനൊരു കോറി എടുത്തു. അങ്ങനെ 4 വർഷം കോറി നടത്തി. ഒരു കോറി അല്ല കേട്ടോ, ഒരു കോറി എടുത്തു, 2, 3 കോറി എടുത്തു. ആ 3 കരിങ്കൽ കോറിയുണ്ട്, 10-20 പണിക്കാരുണ്ട്. കർണാടകത്തിലുള്ള ഗുണ്ടിൽപേട്ടയുള്ള പണിക്കാരാണ് മിക്ക പണിക്കാരും. അങ്ങനെ ഞാൻ നന്നായിട്ട് ബിസിനസ് ചെയ്തു. അപ്പം പല സ്ഥലത്തുള്ള വലിയ വലിയ വർക്കുകൾ വയനാട്ടിൽ പോയ സമയത്ത് തന്നെ അവിടെ കുളകപ്പറ ഹൗസിംഗ് കോളനി, മീനങ്ങാടി പോളിടെക്നിക്, അതേപോലെ നമ്മൾ ദാസനക്കരയുള്ള കൂടൽക്കടവ് പാലത്തിന്റെ വർക്ക്, മാനന്തവാടി അമൃതാനന്ദവി ആശ്രമത്തിനില്ല അവിടുത്തെ സ്കൂളിന്റെ വർക്ക്. അപ്പൊ അതൊക്കെ വലിയ വർക്കായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള എല്ലാത്തിനും കല്ല് കൊടുക്കുന്ന ഞാനാണ്. എന്റെ ലോറി, എന്റെ മാമിന്റെ വണ്ടികള്, അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അവിടെ നന്നായിട്ട് ചെയ്തു. എനിക്ക് കണക്കെഴുതാൻ പോലും അന്നത്തെ കാലത്ത് 3 വ്യക്തികളുണ്ട്. നിങ്ങൾ നോക്കണം, എന്റെ വയസ്സെത്രയാണെന്ന് നോക്കണം. അപ്പം പറയുമ്പം തള്ളുന്നാണെന്ന് വിചാരിക്കരുത് കേട്ടോ, അങ്ങനത്തൊന്നുമല്ല. അപ്പം അതിനുശേഷം വയനാടിന്റെ 1998 ഞാൻ വയനാട്ടിൽ വന്നതിന് കോറിയിട്ടതിന് ശേഷം എന്റെ ബിസിനസ് എല്ലാം പൊട്ടി. കാരണം കോൺട്രാക്ട് വർക്കിന് ഞാൻ കല്ല് കൊടുക്കും, ആ ബിസിനസ് ഒക്കെ പോയി. അതേപോലെ ഞാനും കുറെ കോൺട്രാക്ട് വർക്ക്, ചെറിയ വർക്കുകളൊക്കെ സബ് എടുക്കാൻ തുടങ്ങും. പിന്നെ ബത്തേരി സർവജന സ്കൂളിന്റെ പിന്നെ അവിടെ പാമ്പ് കടിച്ചിട്ട് കുട്ടി മരണപ്പെട്ട സ്കൂളിലെ അതിന്റെ മതിൽ കംപ്ലീറ്റ് വെട്ടുകല്ല് കൊണ്ട് കെട്ടിയില്ല, നിർമ്മിതിയുടെ വർക്ക് എടുത്ത കരാറെടുത്ത് ഞാനാണ്. വേറെ കോൺട്രാക്ടുകാരൻ പറഞ്ഞാണ് ഞാൻ എടുത്തത്. അതിന് കല്ലൊക്കെ ഞാനാണ് ഇറക്കിയത്, എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ച് ഞാനാണ്. അപ്പം അങ്ങനെ അതൊക്കെ ചെയ്തു. അങ്ങനെ വലിയ ലെവലിലേക്ക് എന്റെ ബിസിനസ് വന്നു. പക്ഷേ അവിടെ നിന്ന് ഓരോന്നായിട്ട് ബില്ലൊക്കെ പാസ്സാക്കാണ്ട് അങ്ങനെ ഒരുപാട് ബിസിനസ് പൊട്ടി. അപ്പം അങ്ങനെ റോഡിന്റെ ചെറിയ വർക്ക് എടുത്ത് അവിടെ പൈസ പെൻഡിങ് ആയി. അങ്ങനെ എനിക്ക് കോൺട്രാക്ടുകാർക്ക് കല്ലിന് കാശ് തരാതായി. എന്റെ ബിസിനസ് എല്ലാം പൊട്ടി. അതിനുശേഷം എനിക്ക് കോറിയില്ല, ഒന്നുമില്ല. ഞാൻ പാപ്പരായി. കാരണം ഒരുപാട് പൈസയുള്ള കാലത്തൊക്കെ നമ്മൾ കൂടെ ഒരുപാട് ആൾക്കാരാണ്. കാരണം അന്നത്തെ കാലത്ത് എന്റെ ചെറുപ്രായത്തിൽ തന്നെ നരച്ച ആള് വരെ, മുടി വെള്ളയായുള്ള ആള് വരെ ഏട്ടാന്ന് വിളിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ മനസ്സിലാക്കേണ്ടത്, കാശുള്ളപ്പം ആൾക്കാർ കൂടെ ഉണ്ടാവും, കാശില്ലാത്തപ്പം ആയിരിക്കും വേണ്ട. ചിലപ്പം അച്ഛനും അമ്മയും പെങ്ങന്മാരും അങ്ങനെ ഭാര്യ കുട്ടികൾ ഇവരൊക്കെ മാത്രമേ കൂടെ ഉണ്ടാവത്തുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർക്ക് ആയിരിക്കും വേണ്ട, കാശില്ലെങ്കിൽ ആയിരിക്കും വേണ്ട. സമൂഹം അങ്ങനെ ആയതാണ്. അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അതിനുശേഷം 2002 ഞാൻ എന്ത് ചെയ്തു ചോദിച്ചാൽ, ഞാൻ മുഴുവൻ പട്ടിണിയാണ്. അന്നത്തെ അവിടുത്തെ സുൽത്താൻ ബത്തേരിയിലെ SIയുടെ പേര് വിശ്വംഭരൻ എന്നാണ്. ഞാൻ ഇടയ്ക്ക് ക്രിക്കറ്റ് ഒക്കെ അവിടെ വയനാട് ജില്ലയിൽ ക്രിക്കറ്റ് ലീഗിലൊക്കെ ഞാൻ കളിക്കുന്ന ഒരാളാണ്. അപ്പം ആ സമയത്ത് അവിടുത്തെ കളിച്ചോണ്ടിരിക്കുന്ന SI വിശ്വംഭരൻ സാർ, അന്ന് പിന്നെ വയനാട് ജില്ലക്കൊക്കെ കളിച്ചോണ്ടിരുന്ന SI വിശ്വംഭരൻ സാർ, ലാസ്റ്റ് അയാള് കുന്നുകുളം DYSP ആയിരുന്നു. സാർ ഒരു 2 വർഷം മുന്നേ സാറ് പെൻഷനായി. അപ്പം സാർ എന്നോട് തന്നെ, സോമകുമാറെ, നീ 2 ജോഡി ഡ്രസ്സ് എടുത്തിട്ട് എത്രയും പെട്ടെന്ന് നീ സുൽത്താൻ ബത്തേരി സ്റ്റേഷനിൽ വരെ വരണം. അപ്പൊ ഞാൻ പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോയി. അപ്പൊ പോയ സമയത്ത് എന്നോട്, നീ ഉത്തരമേഖല IG വരുന്നുണ്ട്, IG-നും കൊണ്ട് നീ മസനഗുഡി വരെ പോകണം. അങ്ങനെ ഞാൻ മസനഗുഡി വരെ ഞാൻ IG-നും കൊണ്ട് ഞാൻ പോയി. എന്റെ കഷ്ടപ്പാട് കൊണ്ടാണോ എന്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണോ ഒന്നും അറിയത്തില്ല, എനിക്ക് അവിടുന്ന് എനിക്ക് കുറച്ചു കാലം ആ മനുഷ്യന്റെ കൂടെയും അവരെ സ്പെഷ്യൽ ഡ്രൈവറായിട്ടും അതേപോലെ തന്നെ അയാളെ കെയർ ഓഫില് വേറൊരാളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വരെ എനിക്കൊരു അവസരം ലഭിച്ചു. അപ്പം അങ്ങനെ അതിനുശേഷം എനിക്ക് ആകെ ഉണ്ടായ വയനാട് ജില്ലയിൽ പോയിട്ട് എനിക്ക് ഉണ്ടായിരുന്നത് കുറച്ച് സുഹൃത്ത് ബന്ധുക്കൾ ഉണ്ടായി. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ടായി. ഞാൻ കല്യാണം കഴിച്ചത്, ഞാൻ പറഞ്ഞു, സുൽത്താൻ ബത്തേരി അമ്പലവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സ്മിത എന്ന് പറഞ്ഞ ഒരു കുട്ടീനെ ഞാൻ കല്യാണം കഴിച്ചു. അപ്പം ഞാൻ 2003 കല്യാണം കഴിക്കുന്നത്. 2003 ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. നാട്ടിലേക്ക് വന്നു ഞാൻ വീണ്ടും. കാരണം ഒന്നുമില്ല കേട്ടോ, നിങ്ങൾ നോക്കണം, ആ വൈഫും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ വീട്ടിലെ കാര്യം നോക്കണം. പക്ഷെ വരുമാനമൊന്നും ഇല്ല. ആ സമയത്ത് ഞാൻ വീണ്ടും ഒരു ലോറിയിൽ ഡ്രൈവറായിട്ട് കയറുവാണ്. കാരണം മനസ്സിലാക്കേണ്ടത്, ചാക്കുടുത്ത ആൾക്ക് പട്ടുകൊടുക്കാൻ പറ്റും, പക്ഷെ പട്ടുകൊടുത്ത വ്യക്തികൾക്ക് ചാക്കുടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം മനസ്സിലായി. നല്ല രീതിയിൽ ജീവിച്ചിട്ട് ആദ്യം ഒന്നുമില്ലാതിരിക്കുന്ന വന്നു, പിന്നെ നല്ല രീതിയിൽ ജീവിച്ചു. അവിടെ നിന്ന് ഒന്നുമില്ലാതിരിക്കുന്നതിന്റെ അവസ്ഥ വളരെ വലുതാണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഒരു ഇച്ഛാശക്തിയും അതേപോലെ സഹന ശക്തിയും ഉണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങൾക്ക് നമ്മൾക്ക് അവിടെ നിന്ന് കയറി വരാൻ സാധിക്കും.
അത് നമ്മൾ മാത്രം ചിന്തിച്ചാൽ മതി. ഒരു കാരണവശാലും ഈ ലോകത്ത് വരുമ്പോൾ നമ്മൾ ഒറ്റക്കണ്ണിൽ വരുന്നത്, പ്രത്യേകിച്ച് നമ്മൾ വലിയ ഫണ്ടായിട്ട് വരുന്ന വരുമാനമായിട്ട് വരുന്ന ആളൊന്നല്ലല്ലോ. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത്, അതിനുശേഷം ഞാൻ ലോറിയിൽ ഡ്രൈവറായിട്ട് കയറുന്നു. 1 വർഷം ആത്മാർത്ഥമായിട്ട് ആ വണ്ടിയിൽ ഡ്രൈവറെ പണി എടുത്തു. അതിനുശേഷം ചിട്ടികളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ഒരു ലോറി എടുത്തു. ആ ചിട്ടികളൊക്കെ എടുത്തു, അത് വിളിച്ചു, ലോറി എടുത്തു. ആ വണ്ടിയിൽ ഞാൻ തന്നെ ഡ്രൈവറായിട്ട് പോന്നു. അങ്ങനെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് 6 മണിക്ക് ഞാൻ സൈറ്റിലേക്ക് എത്തും. കല്ല് കയറ്റിയിട്ട്, വെട്ടുകല്ല്, മിഷന് ബിൽഡിംഗ് ഒക്കെ പണിയാനുള്ള വെട്ടുകല്ല്, അത് കയറ്റിയിട്ട് എല്ലാ നാദാപുരം പോലുള്ള എല്ലാ സ്ഥലങ്ങളിലും കൂടി കല്ലടിക്കും. ആ കല്ലടിച്ചിട്ട് അതിലോട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് കാര്യങ്ങളെല്ലാം നീക്കും, വണ്ടിയുടെ അടവടക്കും. പിന്നെ ഞാൻ തന്നെ ഡ്രൈവറായിട്ട് വന്നിട്ട് നല്ല ഓട്ടോ ഇടും കേട്ടോ. കാരണം മറ്റുള്ള ആൾക്കാർ, കാരണം പൊറോട്ട എന്നല്ല, പൊറോട്ടയൊക്കെ നീറ്റി എന്ന് പറഞ്ഞാൽ വളരെ രസമായിരുന്നു. കാരണം ഒരു 4 പൊറോട്ടയൊക്കെ ഒരു സെൻറ്ററിലോട്ട് പിടിച്ച് ഒരു ഞെക്കി കഴിഞ്ഞാൽ അതിന്റെ 8 കഷ്ണം ഉണ്ടാവും. ആ 8 കഷ്ണം ഇങ്ങനെ ഒരു 8 പ്രാവശ്യമായിട്ട് കഴിക്കുമ്പോഴത്തേക്ക് 4 പൊറോട്ട ഞാൻ ഫില്ല് ചെയ്യും. പക്ഷെ ഞാൻ എന്റെ ആവേശം കണ്ടുകൊണ്ട് എന്റെ വണ്ടിയിലെ പണിക്കാരൊക്കെ ഭയങ്കര ആവേശത്തിലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ വേറെ വണ്ടികൾ, പുതിയ വണ്ടികൾ ഇറക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് 2008 6-ാം മാസമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് ഞാൻ 2008 6-ാം മാസം കടന്നു വരുന്ന സമയത്ത് എന്റെ അടുത്ത് 4 ലോറി ഉണ്ട് ടോട്ടൽ. നാഷണൽ പ്ലേറ്റ് വണ്ടിയുണ്ട്. അത് ഒരു വണ്ടി മഹാരാഷ്ട്ര സാംഗ്ലി പോയിട്ട് അനാറും സീറ്റസും കൂട്ടിയുള്ള വണ്ടിയാണ്. ബാക്കിയുള്ള വണ്ടിയൊക്കെ കല്ല് വലിക്കുന്ന വണ്ടികളാണ്. ഈ സമയത്താണ് ഈ ബിസിനസ്സിനെ കുറിച്ച് ഞാൻ എന്റെ നെറ്റ്വർക്ക് മാർക്കറ്റിനെ കുറിച്ച് എന്റെ ഭാര്യയുടെ അങ്കിളുമാരും എന്റെ അളിയനൊക്കെ കൂടി എന്നോട് വന്നിട്ട് ബിസിനസ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസിനെ കുറിച്ച് പറയുമ്പോൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വൈകുന്നേരം 7 മണി സമയത്ത് ഒരിക്കലും ഇത് ചെയ്യണമെന്ന് എന്റെ മനസ്സിൽ പോലും ഇല്ല. കാരണം എനിക്ക് എന്റെ വണ്ടിയുടെ കാര്യം നോക്കാൻ സമയമില്ലാത്ത സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരിക്കലും ചെയ്യില്ല എന്ന് ഞാൻ വിചാരിച്ചൊരു മേഖലയാണ്. പക്ഷേ ഇവര് കുറെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, അങ്കിളെ എനിക്ക് വണ്ടിയുടെ കാര്യത്തിലായിട്ട് പോകണം, ഒന്ന് എന്നെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം എന്ന്. എന്നോടൊരു സോമമാറെ, നീ ഇങ്ങനെ ഒരു ധൃതി പിടിച്ച് ഒരുപാട് ജോലി ചെയ്യും, നിനക്ക് ജോലി ചെയ്യുമ്പം വരുമാനം കിട്ടും, നിനക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ നിന്റെ കുടുംബത്തിലെ കാര്യം ആര് നോക്കും? അപ്പൊ മനസ്സിലാക്കണം, 1998 മുതലേ ഞാൻ 2002 വരെയുള്ള കാലഘട്ടത്തിൽ കോറിയൊക്കെ നല്ല ലെവലിൽ പോയത്. അപ്പം ഞാൻ പാപ്പരായല്ലോ. പല കാര്യങ്ങളും എന്റെ ശ്രദ്ധയിൽ വന്ന സമയത്ത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചുകൊണ്ട് ഞാൻ പറയും, ഈ ബിസിനസ് ഒന്നുകൂടി പറയാൻ പറ്റും. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഞാൻ ആദ്യം ചെയ്ത മേഖലയെ കുറിച്ചിട്ട് ആ വ്യക്തിപരമായി വീണ്ടും പറഞ്ഞ സമയത്ത് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? എന്റെ ബിസിനസ് കേൾപ്പിച്ചു. എന്നെ ബിസിനസ് കേൾപ്പിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് അവര് ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. അവരെ പണിക്ക് പോയി. ഞാൻ ഞാൻ എന്റെ ബിസിനസ്സിലേക്ക് ഒറ്റക്കായി. ആ സമയത്ത് എന്നാ അതിനുശേഷം സപ്പോർട്ട് ചെയ്ത മനുഷ്യനാണ് MS പ്രസാദ് സാർ. പക്ഷേ ഞാൻ ഈ ബിസിനസ് കേൾക്കുമ്പോൾ ഞാൻ കേൾക്കുന്നറിയോ, കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കേൾക്കുന്ന വ്യക്തി ഞാനാണെന്ന് എന്റെ ധാരണ. ഞാൻ ഇതിന്റെ ട്രെയിനിങ്ങിന് വിളിച്ചു, എറണാകുളത്ത് പോന്നു. എറണാകുളത്ത് പോയിട്ട് അന്നത്തെ ലീഡർമാര് സുനിൽ ബാബു എന്നൊക്കെ പറഞ്ഞ സാറൊക്കെ ഒരു സ്റ്റേജിൽ വെച്ച് ഭയങ്കര ട്രെയിനിങ്, സ്യൂട്ടൊക്കെ ഇട്ട് അടിപൊളി. കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ആവശ്യം. കാരണം ഞാൻ IGN ഡ്രൈവറായിട്ട് പോകുന്ന സമയത്ത് അവരോട് പല സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ വേറെ ഒരു ടീമിനെ കൂടി ഉണ്ടായിരുന്നു കുറച്ച് കാലഘട്ടം. മുൻ മന്ത്രി കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ട്. ആ കുഞ്ഞാലിക്കുട്ടിയുടെ അമ്മായിയപ്പുണ്ട്, ഭാര്യയുടെ ഉപ്പ മൂസാജി എന്ന് പറയും. അവരും വാഴക്കണ്ടി ഉമ്മർ ഹാജി, അവരെ കൂടുതലും പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. അവർ കോൺട്രാക്ടറാണ്. അപ്പം അവരെ കൂടുതലും പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പൊ നല്ല ലെവലിൽ അന്നത്തെ ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതില് ഈ സമയത്ത് എന്നോട് ഈ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഞാൻ കാണുന്നതെല്ലാം ട്രെയിനിങ്ങും കാര്യങ്ങളാണ്. അപ്പം എനിക്ക് ഭയങ്കര ആശങ്കയായി ഇത്. കാരണം എന്തായാലും ഇത് നല്ല പരിപാടിയാണല്ലോ, ചെയ്താൽ കൊള്ളാം. ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട് ഞാൻ എന്റെ നാട്ടിലേക്ക് വന്നു. ഞാൻ എന്റെ വേണ്ടപ്പെട്ട ബന്ധുവിനോട് സുഹൃത്തിനോടൊക്കെ കംപ്ലീറ്റ് പോയി പറഞ്ഞു. ഒരാളെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല. എല്ലാവരോടും ബിസിനസ് പറഞ്ഞു. ബിസിനസ് പറഞ്ഞ കൂട്ടത്തിൽ എന്നറിയോ, ആത്മാർത്ഥമായിട്ട് വിളിച്ച ആൾക്കാരോട് ഞാൻ ഈ ബിസിനസ് ചെയ്തിരിക്കും, എന്റെ കൂടെ വന്ന് പറഞ്ഞ ആൾക്കാർക്ക് എന്റെ കൂടെ വന്നു. ശരിയാണ്. പക്ഷേ അവർക്കൊന്നും അറിയില്ല, എനിക്കും അറിയില്ല. കുറച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളാണ് വന്നത്. അതിനുശേഷം ഞാൻ ടൗൺ ഏരിയയിൽ പല ആൾക്കാരെ കെയർ ഓഫിൽ പോയി ബിസിനസ് പറഞ്ഞു. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പ്രൊഫസർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ അവിടെ പോയി ഒരാളോട് ബിസിനസ് പറയാൻ വേണ്ടി പോയ സമയത്ത് ഒരാൾ പറഞ്ഞു, മോനെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗില്ലേ, ഇതേ കമ്പനി ഇതിനു മുന്നേ ചെയ്ത വ്യക്തികളുണ്ട്, അത് കൂത്തുപറമ്പ് തൊക്കലങ്ങാടി ഹൈസ്കൂളിലുള്ള മോഹന മാഷാണെന്ന് പറഞ്ഞു. അപ്പൊ മോഹന മാഷ ആ ഹൈസ്കൂളില് 8ാം ക്ലാസ് കാക്കൽ വരെ ഞാൻ പഠിച്ചതാണ്. ഓക്കെ, 7ാം ക്ലാസ്സിലാണ് ഞാൻ അവിടെ തുടങ്ങുന്നത് കേട്ടോ. അപ്പം അവിടെ ഞാൻ പഠിച്ചതാണ്. അപ്പൊ മോഹൻ മാഷ എനിക്കറിയാം. അപ്പൊ ഞാൻ മോഹൻ മാഷായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോയി. മോഹൻ മാഷ പറഞ്ഞു, മോനെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഭയങ്കര സംഭവമാണ്, സൂപ്പറാണ്. പക്ഷേ എന്താ പ്രശ്നം,
ഈ ബിസിനസ് സത്യസന്ധമായിട്ട് ചെയ്യുന്ന ടീമിന്റെ കൂടി ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു വലിയ ഗുണം ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം അവർ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ഇങ്ങനെ മിലിറ്ററി ശശിയേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവർ ചെയ്യുന്നുണ്ട്, അവരാണ് എന്നെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചത്. ഓക്കെ, ഞാൻ ഇവരെ ഉപദേശം കേട്ടിട്ട് ഞാൻ ശശിയേട്ടൻ്റെ അടുത്ത് പോയി. ശശിയേട്ടനാണ് എന്നെ ഭയങ്കര ഭീഷണിപ്പെടുത്തല്. ഈ നെറ്റ്വർക്ക് ഈ പരിപാടിയായിട്ട് മുന്നോട്ട് വന്ന് എന്റെ കാല് വരെ നിങ്ങൾ ഉണ്ടാവില്ല, കാല് അടിച്ച് പണിയെ കളിക്കുന്നു. ഞാൻ വെച്ചാൽ എന്താ കാരണം? അത് നീ ഇവിടെ ചെയ്യേണ്ട, വേറെ കാരണം നീ അറിയണ്ട. ഞാൻ പിന്നെ കാര്യങ്ങൾ തിരക്കി നോക്കുന്ന സമയത്ത് ഇവന്മാരൊക്കെ മുന്നേ നെറ്റ്വർക്കിൽ ഒരുപാട് ആൾക്കാരെ ഉടായ്പ പൈസയൊക്കെ അടിച്ചു മാറ്റി പോയ വ്യക്തികളാണ്. അപ്പം അതുകൊണ്ട് ഇവർക്ക് ഇതേ മേഖല നമ്മൾ കൊണ്ടുവന്നാൽ ഇവർക്ക് പ്രശ്നമാകുന്നതുകൊണ്ടാണ് ഇവരെ എതിർക്കുന്നത്. അപ്പൊ അങ്ങനെ വലിയ പ്രശ്നമായി. അപ്പം ഇയാൾ എന്നോട് ഒരു വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞു. അയാൾ പറഞ്ഞു, എടാ തൊക്കലങ്ങാടി ഹൈസ്കൂളിലെ മോഹന മാഷ് അങ്ങനെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ചെയ്തിട്ട് നടക്കാത്തതാണോ ഈ 8ാം ക്ലാസ്സിലെ സോമകുമാരൻ നീ ചെയ്ത് വിജയിപ്പിക്കുന്നത്? നിനക്ക് ഒരു പണിയില്ലേ? ഞാനന്ന് ആ മനുഷ്യൻ കുറച്ച് നല്ല സൈസ് സാധനമാണ്, അന്ന് എന്റെ അത്ര ആരോഗ്യം ഇല്ല. പക്ഷേ ആ മനുഷ്യനോട് ശരിക്കും എനിക്ക് പുറത്തേക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഉള്ളുകൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയാൾ അച്ഛനല്ലല്ലോ എന്റെ അച്ഛൻ, എന്റെ അച്ഛൻ മാറ്റല്ലേ. അപ്പം അങ്ങനെ ഉള്ളിൽ ഞാൻ പറഞ്ഞു. ഞാൻ അയാളോട് കയ്യനും കൊടുത്ത് ഞാൻ അവിടുന്ന് പിരിഞ്ഞു. ശക്തമായിട്ട് ഈ ബിസിനസ്സിലേക്ക് വന്നു. അങ്ങനെയാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് ഞാൻ വരുന്നത്. അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വന്ന ഈ ഒരുപാട് കാര്യങ്ങളില് ഞാൻ 1-2 സ്ലൈഡുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ നിൽക്കുകയാണ്. പക്ഷെ ഇവിടത്തേക്ക് വരുമ്പോൾ ലൈറ്റിന് ചെറിയ വിഷയങ്ങൾ വരും കേട്ടോ. ഇതിലേക്ക് വരുമ്പോൾ ചെറിയ ഷെയ്ഡിന് പ്രശ്നങ്ങൾ വരും. അപ്പം ഇതില് എന്റെ ടീമിന്റെ പേര് സൺ ഇന്റർനാഷണൽ ടീം എന്നാണ് ടീമിന്റെ പേര്. അപ്പം പ്രസാദ് സാർ നമ്മളൊക്കെ അടങ്ങുന്ന ഒരു വലിയൊരു ടീമാണ്. അപ്പം നമ്മളെ ഈ ടീമും അതേപോലെ തന്നെ അടുത്ത ഒരു ലോകമാണ്. ഇത് മനസ്സിലാക്കണം. ഈ ഒരു ടീം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും എന്റെ ടീമാണ്. കാരണം അങ്ങനെ കാണാൻ സാധിക്കുള്ളൂ. കാരണം ഇവിടെ ഒരുപാട് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഞാനിപ്പോ സംസാരിക്കുന്നത് കോഴിക്കോട് എന്റെ ഓഫീസിൽ വെച്ചിട്ടാണ്. അപ്പം ഇവിടെ ലീഡർമാരെല്ലാരും വരാറുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഫാമിലി പോലെ ആയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പം പക്ഷെ എനിക്ക് ഇതിലേക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വയനാട് ജില്ലയിലേക്ക് പോയ സമയത്ത് കിട്ടിയ സമ്പത്ത് ഞാൻ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു ലീഗിൽ. അപ്പൊ ഇതാണ് 2 കൈമുക്കി നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പം അതില് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഞാൻ വന്ന മേഖല, ആ മേഖലയെ കുറിച്ച് എനിക്ക് ഒന്നുകൂടി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ മേഖലയെ കുറിച്ച് നോക്കണം. കാരണം എന്റെ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ കാക്കി ഷർട്ടും കാവി മുണ്ടും. അപ്പം ഇത് അന്ന് എന്റെ ഫോട്ടോ അല്ല കേട്ടോ, ഞാൻ അതിന് സമാനമായ ഒരു ഫോട്ടോ കാണിച്ചത് മാത്രമേ ഉള്ളൂ. കാരണം ഇത് ഇങ്ങനെയൊക്കെ വരുമെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, അന്ന് എന്റെ കയ്യിൽ ക്യാമറയിൽ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്കല്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ മേഖലയിൽ നിന്ന് ഞാൻ മാറിയത്, എന്നെ മാറ്റിയത് ഈ മേഖല. കാരണം MI ലൈഫ് സ്റ്റൈൽ എന്ന മൈലേഷ് എന്ന കമ്പനി എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലും, എന്നെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിലും, അതേപോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് 2 ഭാഗം സംസാരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയ ഈ കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ, മൈ ലൈഫ് സ്റ്റൈൽ എന്ന വലിയൊരു കമ്പനി. അപ്പം അതുകൊണ്ട് ഒരിക്കലും ആ മാനേജ്മെന്റിനോട് ഒരിക്കലും തീരാത്ത സ്നേഹവും കടപ്പാടും ബഹുമാനങ്ങളും എല്ലാം ഉണ്ട്. കാരണം അതൊരു വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, നമ്മളെ ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് മാത്രമേ അതിന്റെ ഏത് ഘടകം നോക്കി ഇതേ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഇതാണ് ഇതിന്റെ കാര്യം. അപ്പം എനിക്ക് ഇതിനെ കുറിച്ചിട്ട് ഇവിടെ എത്താൻ ഞാൻ നടത്തിയ ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഷെയർ ചെയ്യും. അപ്പം അങ്ങനെ 2008 ഞാൻ ഈ 2008 6-ാം മാസം നെറ്റ്വർക്കിൽ വന്നു. 2011 6-ാം മാസം സ്റ്റോപ്പായി. 3 വർഷം ആ സമയത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തു. അപ്പൊ പിന്നെ ജീവിക്കണം. ജീവിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം നിലവിലുള്ള മേഖല ലോറികളും വണ്ടികളെല്ലാം ഞാൻ വിറ്റ് കളഞ്ഞു കേട്ടോ. ഈ ബിസിനസ്സിൽ വന്ന സമയത്ത്, നെറ്റ്വർക്ക് 2008 വന്ന സമയത്ത് ലോറികളെല്ലാം ഞാൻ വിറ്റ് ഒഴിവാക്കി. എന്താ കാരണം, ഞാൻ ചെയ്യുന്ന നല്ലൊരു മേഖലയാണ്. ഈ മേഖലയെ കുറിച്ച് എനിക്ക് ആൾക്കാരോട്, എന്റെ കൂടെയുള്ള ആൾക്കാരോട് ഞാൻ സംസാരിക്കണമെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും ഞാനും എന്റെ ശരീരവും എന്റെ മനസ്സും എന്റെ ചിന്താഗതിയും എല്ലാം ഈ മേഖലയിൽ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് എന്നെ വേക്കോട്ട് വരിക. നമ്മൾ കപ്പൽ കത്തിക്കാൻ കേട്ടിട്ടില്ലുള്ളൂ. ഞാൻ നഷ്ടത്തിന് ഈ 4 പുതുപുത്തൻ ലോറികൾ വിറ്റൊഴിവാക്കി. എല്ലാ ആൾക്കാരും കുറ്റം പറഞ്ഞു, നാട്ടുകാരും വീട്ടുകാരും. എന്റെ അച്ഛനും അമ്മയും വൈഫും പ്രത്യേകിച്ച് ഒന്നും പറയത്തില്ല. കാരണം എന്നെ അറിയുന്നത് കൊണ്ട് അവർ പറയത്തില്ല. കാരണം ഇതെല്ലാം ഞാൻ തന്നെ ആയിട്ട് ഉണ്ടാക്കിയ ഒരാളായതുകൊണ്ട്. പക്ഷേ ഒരുപാട് ആൾക്കാർ, നാട്ടിലെ ആൾക്കാർ പറഞ്ഞ സോമകുമാരുടെ ശുദ്ധ എന്തോ പിരി ഇളകിപ്പോയി. അപ്പം അതിലൂടെ പോകുന്ന സമയത്ത് നന്നായിട്ട് എന്നെ കളിയാക്കാറുണ്ട്. എന്റെ സുഹൃത്തുക്കളെ, ഞാൻ ആ കാലഘട്ടത്തില് കല്യാണ വീട്ടിലെ വരെ പോയി കഴിഞ്ഞാൽ എന്നെ അവരെ കൊലവിളിക്കാറുണ്ട്. കാരണം ഒറ്റയ്ക്കേ ഉള്ളൂ. കാരണം ആൾക്കാരെ മുമ്പിൽ, കാരണം ഒരു ദിവസം എനിക്ക് ഏറ്റവും വലിയ സങ്കടമായ ഒരു കാര്യം,
എന്റെ വീടിന് തൊട്ട മുകളിൽ ഒരു വീടുണ്ട്, എന്റെ അമ്മയുടെ ചേച്ചീന്റെ മകളെ വീട്. അപ്പം ആ ചേച്ചിയുടെ മകളെ കല്യാണത്തിന്, അതായത് എന്റെ മരുമോൾ തന്നെയാണ് കല്യാണത്തിന് ഞാൻ പോകുന്നത് രാത്രി 12 മണിക്കാണ്. പോകുമ്പോൾ ഞാൻ ഒരു പവന്റെ വളയായിട്ടാണ് പോകുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ 12 മണിക്ക് അവിടെ പോകുന്ന സമയത്ത് അവിടെ എല്ലാവരും ഉണ്ട്. അവിടെ പിറ്റേ ദിവസം ഭക്ഷണത്തിന് വേണ്ടി പച്ചക്കറി എല്ലാം മുറിച്ചിട്ട് കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് ഇവര്, ഞാൻ കയറി ചെല്ലുമ്പോൾ എന്നോട് ഞാൻ അതാ കളക്ടർ വരുന്നുണ്ട്, എല്ലായിടത്തും മാറിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം കല്യാണത്തിലേക്ക് വന്ന പല ആൾക്കാർ നോക്കി, എന്നെ അറിഞ്ഞൂടെ തന്നെ കാണാത്ത ആൾക്കാരും ഉണ്ട്. അവര് വിചാരിച്ച സത്യമാണ് കളക്ടർ അവരും വിചാരിച്ചിട്ട്, കാരണം കോലം കാണുമ്പോൾ കുറച്ചൊക്കെ അങ്ങനെ തോന്നുമല്ലോ അല്ലേ, കുഴപ്പമില്ല. അപ്പൊ അതില് എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണോ ഒരു കല്യാണ വീട്ടിൽ വരുന്നത്? ഒന്നിലും നിന്റെ മരുവളല്ലേ, നിനക്ക് 3 പെങ്ങന്മാരുണ്ടായിരുന്നല്ലോ, ഇനി നിനക്കും 2 പെൺകുട്ടികളല്ലേ, അപ്പൊ നമുക്ക് അന്നേരം മനസ്സിലാവും. അപ്പൊ ഞാൻ എല്ലാവരോടും ഒന്ന് ചിരിച്ചപ്പോഴും ഒരാളെന്ത് ചോദിച്ചു, ബന്ധനം കഴിച്ചു വെച്ചു, മറ്റേ ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നത്, ഞാനും വൈഫുമാണ് ഉള്ളത്. നേരെ അകത്തേക്ക് കയറി കല്യാണപ്പെടനെ ഒരു വള ഇട്ട് കൊടുത്തു അവരുടെ കയ്യിലേക്ക്. അതിനുശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുടുംബങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ. കുന്നുംപുറം കുടുംബം തന്നെ വലിയ കുടുംബമാണ്. എന്റെ വലിയച്ഛൻ ഒരു അയ്യനക്കാരൻ, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഇപ്പൊ ആള് മരിച്ചുപോയി. പക്ഷെ എന്റെ അമ്മയുടെ അമ്മ ഇപ്പോഴും ഉണ്ട്, നല്ല പെൻഷൻ ഇപ്പോഴും വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഇവര് എല്ലാ കുടുംബങ്ങളും അവിടെ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പൊ എന്നോട് കുറെ എന്നെ കുറ്റപ്പെടുത്തി വല്ലാണ്ട് വർത്താനം പറഞ്ഞു. ഭയങ്കരമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തന്നെ തോന്നി ആ സമയത്ത്. എന്തായാലും പോയേ പറ്റുള്ളൂ, കാരണം പിറ്റേ ദിവസം പ്രോഗ്രാം ഒക്കെ ഉള്ളതാണ്. അങ്ങനെ അതിനുശേഷം ഞാൻ ചെയ്തൊരു കാര്യം എന്ന് ചോദിച്ചാൽ, അവരോട് ചോദിച്ചു, ഇവിടെ കല്യാണത്തിന് പന്തലൊക്കെ ഇട്ട ആരാന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇവിടെ എടച്ചേരി ലൈറ്റ് ആൻഡ് സൗണ്ട്. ഓക്കെ. ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നവരാ, അത് ഗോവിന്ദേട്ടനാണ്, അവരുടെ ടീമാണ്. അപ്പൊ അവരെങ്ങനെ കാശ് കൊടുത്തിട്ടാണോ? പണ്ടൊക്കെയാണെങ്കിൽ കാശ് കൊടുത്തിട്ടല്ലോ, അവർക്ക് കാശ് കൊടുത്തിട്ടാണ്. ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എപ്പാ വന്നത്? ഞങ്ങൾ 3 ദിവസം ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ പന്തല് കെട്ടിയത് എന്നാ കാശ് കൊടുത്തിട്ട്, അവര് ഭക്ഷണം പാകം ചെയ്യുന്നതും അവര് തന്നെ കാശ് കൊടുത്തിട്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താ പണി? രാവിലെ 10 മണിക്ക്, ഉച്ചക്ക്, വൈകുന്നേരം, രാത്രി നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. എന്നിട്ട് ഇവിടുന്ന് ലോക്കൽ ഭാഷയിൽ പറഞ്ഞാൽ പുയ്പടിക്കുക, അല്ലെ, കുറ്റങ്ങൾ പറയാം. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ അവര് 3 ദിവസം കൊണ്ട് ഒരു 1500 രൂപ ഓരോ ആൾക്കാർ അവർക്ക് പാത്ത് ചെണ്ടയ്ക്ക് കൊടുത്തു. ഞാൻ എന്താണ് കൊടുത്തത്? അവർക്ക് ഒരു പവന്റെ വള കൊടുത്തു. ഞാൻ പറഞ്ഞിട്ട് നാളെ വരാൻ പറ്റില്ല, മോളെ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇറങ്ങി. അപ്പം നമ്മൾ എവിടെ പോയാലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണെന്ന് വെച്ചാൽ ആൾക്കാർ കളിയാക്കും. എന്താ കാരണം? ഇത്രയേ ഉള്ളൂ. ഇതെന്താണെന്നും ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്നും, ജനങ്ങൾക്ക് നല്ല സേവനങ്ങളാണ് ചെയ്യുന്നതെന്നും, സാധാ ജനങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയാണെന്നും, ഗവൺമെന്റ് ടാക്സ് കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു മേഖലയാണെന്ന് അവർക്ക് അറിയാത്ത കൊണ്ട് അവരത് പറയുന്നു. അപ്പൊ നമ്മളെ ഡ്യൂട്ടി എന്താ? അവരിത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഡ്യൂട്ടിയാണ് നമ്മളെ ഡ്യൂട്ടി. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചില കാര്യങ്ങൾ നല്ല മനസ്സിലാക്കി നമ്മൾ കേട്ട് അതിന്റെ ഉള്ളിലേക്ക്, നമ്മളെ തലച്ചോറിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് കേട്ട കാര്യം നമ്മളൊന്ന് ആൾക്കാർക്ക് പറയണം. അത് അതിന്റെ സാഹചര്യം എല്ലാം നോക്കി പറഞ്ഞാൽ മാത്രം മതി. എവിടെ നിന്ന് വിളിച്ച് പറയണ്ട, വിളിച്ച് പറയുമ്പോഴാണ് അതിന്റെ പ്രശ്നം വരുന്നത്. ഓക്കെ. അപ്പം ഇതാണ് ഒരു കാര്യം. അപ്പം അതിനുശേഷം ഞാൻ 2011 6 മാസത്തിന് ശേഷം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സ്റ്റോപ്പായി. അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് ചെയ്തത് കുടുംബ പോറ്റണം, വേറെ ഒന്നുമില്ല, വരുമാനമൊന്നുമില്ല, മൊത്തം പ്രശ്നത്തിലാണ്. ആ സമയത്ത് ഞാൻ സിസോയുടെ ബുക്സ് ഞാൻ വീട് വീടാന്തരം കൊണ്ട് മാർക്കറ്റ് ചെയ്തു. ഞാനും അങ്ങനെ MS പ്രൊഫസറും പല ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളൊക്കെ വീട് വീടാന്തരം കൊണ്ട് ബുക്കൊക്കെ മാർക്കറ്റ് ചെയ്യും. അങ്ങനെ അത്യാവശ്യം നല്ല വരുമാനം ഇടയ്ക്ക് മാർക്കറ്റിംഗിൽ ഭയങ്കര ഒരു രസമായി. ഓരോ വീടുകളിലും പോയിട്ട് സാധനം ഇങ്ങനെ കുട്ടികൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പം അതിനെക്കുറിച്ച് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അങ്ങനെ കൊടുക്കും, നല്ല കാശും കിട്ടും, കുഴപ്പമില്ല, ജീവിച്ചു വന്നു. 2012 തന്നെ ഞങ്ങള് സിസോ ഹെയർ കളർ ഷാമ്പൂ എന്ന ഡൈ ഷാമ്പൂയുടെ മാർക്കറ്റിംഗ് ആരംഭിച്ചു. ഈഗിൾ ട്രേഡിംഗ് കമ്പനി എന്നിട്ട് കൂത്തുപറമ്പിൽ ഒരു കമ്പനി ചെയ്തു. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഒരു 4-5 ആൾക്കാരെ പാർട്ണർഷിപ്പ് ആയിക്കൊണ്ട് അങ്ങനെ അതിനുശേഷം 2013 മൈ ലൈഫ് സ്റ്റൈലിലേക്ക് ലൈസൻസ് എടുത്തു. ലൈസൻസ് എടുത്തെങ്കിലും അന്നേരം ലീഗലായിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കേണ്ടത് കൊണ്ട്, റെഡി ആവേണ്ടത് കൊണ്ട് അന്നേരം കേരളത്തിൽ അതിന് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു വലിയ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ ആ സമയത്ത് ചെയ്യണമെങ്കിൽ. ഞാൻ ആദ്യമായിട്ട് ചെയ്ത് കേരളത്തിലല്ല, മഹാരാഷ്ട്രയിലാണ് ആദ്യമായിട്ട് പോകുന്നത്. കോഴിക്കോട് കൊയിലാണ്ടിക്കാരൻ ഒരു അശോകേട്ടൻ അവിടെ ടയർ കട നടത്തുന്നുണ്ട്. ആ അശോകേട്ടന്റെ കൂടെ ഞാനും എന്റെ കൂടെ ഒരു ഷിച്ചു എന്ന് പറഞ്ഞ ഒരു സുഹൃത്തും കൂടിയിട്ട് ഞങ്ങൾ 2 ആളും കൂടി അവരുടെ അടുത്ത് പോയി. അവരോട് ബിസിനസ് പറഞ്ഞു. ആ അശോകേട്ടൻ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം അശോകേട്ടൻ പറഞ്ഞു, എനിക്ക് ഒരാളോട് ബിസിനസ് കേൾപ്പിച്ച കൊള്ളത്, നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു. അപ്പം ആളുടെ പേര് പുരുഷോത്തമൻ പട്ടേൽ. അപ്പൊ പുരുഷോത്തമൻ പട്ടേൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്താണ്, മലയാളിയാണെന്ന് വിചാരിച്ചു. ഞാൻ വിളിച്ചു വരുത്താൻ പറഞ്ഞു. അറിയുന്ന രൂപത്തിൽ ബിസിനസ് ഒന്ന് പറയണം. അങ്ങനെ ആള് വന്നു. ഞാൻ ഷെയ്ഖനെ കൊടുത്തിട്ട് നാട്ടിൽ എവിടെയാന്ന് ചോദിച്ചു. അപ്പൊ അയാൾക്കൊന്നും മനസ്സിലായിട്ടില്ല. കാരണം എനിക്ക് ആകെ അറിയുന്ന എന്താണ്, മറ്റേ നമ്മളെ ജഗതി പറഞ്ഞ പോലെ
എനിക്ക് ആകെ അറിയുന്നത് മലയാളം മാത്രമാണ്. ഓക്കെ, അപ്പം ഞാൻ അയാള് അന്നേരം അശോകൻ എന്നോട് പറയാണ്, സോമവർ എന്നാ ഇവർക്ക് മലയാളം അറിയില്ല, ഇവര് ഇവിടുത്തുകാരാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അകപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മലയാളം മാത്രം അറിയുന്ന ഞാൻ എങ്ങനെയാണ് മഹാരാഷ്ട്രയിലെ ഹിന്ദി അറിയുന്ന മറാഠി അറിയുന്ന മനുഷ്യനോട് ബിസിനസ് പറയുന്നത്? അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ഐഡിയ എടുത്തു, എന്തിനും ഒരു മീഡിയേറ്റർ നല്ലതാണല്ലോ. ഞാൻ അശോകനോട് പറഞ്ഞു കൊടുക്കും കാര്യങ്ങൾ. അശോകൻ മലയാളത്തിൽ കേൾക്കും, അശോകൻ മറാഠിയിൽ പുരുഷോത്തമൻ പട്ടേലിനോട് പറയും, പുരുഷോത്തമൻ പട്ടേൽ മറാഠിയിൽ കേൾക്കും. ആള് ഡൗട്ട് എന്തെങ്കിലും വരുമ്പോൾ മറാഠിയിൽ അശോകനോട് പറയും, അശോകന്റെ മറാഠിയിൽ കേൾക്കും, അശോകൻ എന്നോട് മലയാളത്തിൽ പറയും, ഞാൻ മലയാളത്തിൽ കേൾക്കും, ഞാൻ മലയാളത്തിൽ പറയും. അശോകൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകുന്നേരം അതിന്റെ ഫോമൊക്കെ മേടിച്ചെല്ലാം ചെയ്തു. ഈ വൈകുന്നേരം 5 മണിക്ക് വരാന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് നമ്മളൊരു വാക്ക് ബിസിനസ് കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം വരാന്ന് പറഞ്ഞാൽ അത് ഗോവിന്ദയായി എന്നല്ലേ അതിന്റെ അർത്ഥം, അല്ലേ? ആണ്. പക്ഷേ വൈകുന്നേരം 5 മണി ആയ സമയത്ത് ഈ പുരുഷോത്തമൻ പട്ടേല് ഒരു ബുക്കൊക്കെ ആയിട്ട് വരികയാണ് എൻ്റെ അടുക്കെ. അപ്പൊ അശോകൻ അടുത്ത് വന്നു. അശോകൻ പറഞ്ഞു, പുരുഷോത്തമൻ സാർ ഓർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്നോട് പറഞ്ഞു സോമവരെ കൈ നീട്ടാൻ പറഞ്ഞു. അവൻ ഹിന്ദിയാണ്. അപ്പൊ അശോകൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കൈ നീട്ടാനാണ് പറഞ്ഞത്. 2 കൈ കൊണ്ട് നീട്ടിയപ്പോ പാസ്ബുക്ക് അടക്കം എന്റെ കയ്യിലേക്ക് വെച്ചു തന്നു. ഞാൻ നോക്കും, എന്റെ പൊന്നു സാറേ, 1025 നോട്ട് അതിനുള്ളിൽ കിടക്കുക. സത്യം പറഞ്ഞ മുട്ടും കാലും വരച്ചിട്ട് വയ്യ. കാരണം ആദ്യമായിട്ട് വർക്ക് കൊടുത്ത് അത് മലയാളത്തിൽ പറഞ്ഞിട്ട് ബിസിനസ് പറഞ്ഞിട്ട് മറാഠിക്കാരന് 25,000 രൂപ തരികയാണ്. അവരും അവരെ ഭാര്യന്റെ മോന്റെ പേര് ലൈസൻസ്. കാരണം ആളിന് മുന്നേ എന്തൊക്കെയോ പരിചയം ഉണ്ട് കേട്ടോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എനിക്ക് മുട്ടും കാല് വരച്ചിട്ട് വയ്യ. ഞാൻ വെച്ച് പെട്ടെന്ന് ഇയാൾ അങ്ങോട്ട് പോയാൽ ഒരു ഗുണമായിരുന്നു. കാരണം അയാളെ ഭാഗത്ത് പൈസ തിരിച്ചു ചോദിച്ചാലോ. സാറേ, നമ്മള് ഒരു സിനിമയിൽ പറയാറില്ലേ, തട്ടോട്ട് വന്നാൽ പിന്നെ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല, ഏതൊരു സിനിമയിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് പിന്നെ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. ഭയങ്കര വിഷമം, ഭയങ്കര ടെൻഷൻ. പക്ഷേ അവിടുന്ന് അയാളെ കെയർ ഓഫിൽ വർക്ക് നടത്തി. അവിടെ മഹാരാഷ്ട്രയിൽ പ്രോഗ്രാം സെന്ററിൽ പോയി അവിടുത്തെ GTSലും കേൾപ്പിച്ച് അങ്ങനെ 8 ആൾ സ്റ്റാർട്ട് ചെയ്തു ടോട്ടൽ അയാളെ കെയർ ഓഫിലായിട്ട്. നല്ലൊരു മനുഷ്യനായിട്ടോ അയാള്. അപ്പം ഞാൻ അവിടെ പോയി പ്രാവശ്യം തന്നെ അവിടുത്തെ പ്രോഗ്രാമിൽ ഞാൻ അറ്റൻഡ് ചെയ്തപ്പം ഞാൻ അന്ന് മലയാളത്തിൽ ഒരു എക്സ്പീരിയൻസ് പറയാൻ ഒരു അവസരം ലഭിച്ചു. ഹിന്ദി ഉള്ള ആൾക്കാരാണ്. കൈപൊക്കിട്ട് മലയാളികൾ ഉണ്ടോ ചോദിച്ചപ്പം ഒരു 10-20 ആൾ കൈപൊക്കി. നല്ല ക്രൗഡ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ ബിസിനസിന്റെ അവസരം ഒന്ന് പറഞ്ഞു. അന്നേരം അവിടെ അവർക്കുണ്ടായ പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, മലയാളം മാത്രം അറിയുന്ന ഒരു മനുഷ്യൻ കേരളത്തിൽ നിന്ന് വന്ന് മഹാരാഷ്ട്രയിൽ വന്ന് ബിസിനസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർക്ക് എന്താ സീരിയസ് ആയിട്ട് ചെയ്താലും ഒറ്റ ചോദ്യമാണ്. അങ്ങനെ അവിടെയുള്ള ആൾക്കാർ ചാർജായി. അപ്പൊ ആൾക്കാരൊക്കെ വലിയ കൈയടിച്ചു. കാരണം ഈ പ്രോഗ്രാം MC ചെയ്ത വ്യക്തിയാണ് ഈ ചോദ്യം ചോദിച്ചത് എന്റെ എക്സ്പീരിയൻസിന് ശേഷം. അപ്പം അവിടെയാണ് അവര് പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അതിനുശേഷം എനിക്ക് നല്ല ടീം, ഒരു 8 ആളെ ടീമായി ഞങ്ങൾ ഇവിടെ തിരിച്ചു വന്നു. തിരിച്ചങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അനുസ്പ്രേന്റെ പരസ്യം പോലെ പൊടി പോലും ഇല്ല, കണ്ടുപിടിക്കും ഒറ്റ ടീമില്ല. കാരണം എന്താ അറിയോ, പിറ്റേത്തെ ആഴ്ചയിലും ഇവര് ജീപ്പൊക്കെ വിളിച്ച ആൾക്കാരെ കൊണ്ടുപോയി. അവിടെയുള്ള ആൾക്കാർ ആരോ പറഞ്ഞു കൊടുത്തു, എന്തിനാ കേരളത്തിൽ നിന്ന് വരുന്ന സോമകുമാറിനൊപ്പം ചെയ്യുന്നത്, ഇവിടെയുള്ള നമ്മളെ കൂടെ ചെയ്തുകൂടെ എന്ന് പറഞ്ഞ് എന്റെ ടീമിനെ കംപ്ലീറ്റ് പാടെ എടുത്ത് മാറ്റിക്കളഞ്ഞു. ശരി, ഇനി അവരൊക്കെ നന്നാവട്ടെ എന്ന് ഞാൻ ഇവിടെ വിചാരിച്ചു. ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന് സുല്ല് പറഞ്ഞു. ആ ഒരു ഇതോടുകൂടി ഇങ്ങോട്ടേക്ക് വന്നു. കേരളത്തിൽ നമ്മൾ വർക്ക് ആരംഭിച്ചു. സുഹൃത്തുക്കളെ, വർക്ക് ആരംഭിക്കുമ്പോൾ കാശ് കയ്യിലില്ല. കൂത്തുപറമ്പ് എന്റെ വീട്ടിന്റെ ആധാരം എടുത്തിട്ട് ബാങ്കിൽ പോയി അമ്മയോട് ചോദിച്ച് മേടിച്ചതാണ്. അപ്പം ബാങ്കിൽ നിന്ന് ലോൺ തരില്ല. അവരൊരുപാട് കാര്യമൊക്കെ പറഞ്ഞു. അവരെന്റെ അടിയാധാരം എന്തൊക്കെയോ ചോദിച്ചു. അപ്പൊ ഈ അടിയാധാരം എന്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ല ഒരു സത്യത്തിൽ. അപ്പൊ പക്ഷെ എല്ലാം റെഡിയാക്കി കൊണ്ടുപോയി കൊടുത്തു. അവര് ലാസ്റ്റ് എന്തൊക്കെയോ പറഞ്ഞ് അത് റിജക്ട് ചെയ്തു. അങ്ങനെ KSFൽ ഒരു ചിട്ടി ഉണ്ടായിരുന്നു. KSFൽ RCL ലോണിന് വേണ്ടിയിട്ട് ഞാൻ ഈ ആധാരം വെച്ചുകൊണ്ട് അവിടുന്ന് 4 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തു. 5.5 കണ്ടി വേഗത്തിൽ 2 ലക്ഷം രൂപ ലോൺ എടുത്തു. അങ്ങനെയാണ് ഞാൻ എൻ്റെ വർക്ക് ആരംഭിക്കുന്നത്. അങ്ങനെ നമ്മൾ വളരെ ശക്തമായിട്ട് ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ വിജയിക്കണം എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് രാവിലെ, കാരണം അറിയോ, ഇത് വലിയൊരു കഷ്ടപ്പാടുള്ള വർക്കല്ല ഇത്. കാരണം ലോറി മേഖലയിൽ പുലർച്ചക്ക് പോയിട്ട് രാത്രി 12 മണി വരെ വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് വരുന്ന നമ്മൾക്ക് ഇത് ഒരു കാര്യം, കേട്ട കാര്യങ്ങൾ വേറെ ആളോട് ഷെയർ ചെയ്യുക, നല്ല ഡ്രസ് കോഡ് ഇട്ടുകൊണ്ട്. അപ്പൊ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുള്ള മേഖലയല്ല. പക്ഷെ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്ത് നന്നായിട്ട് ടേൺ ഓവർക്ക് നമുക്ക് അത്യാവശ്യം കിട്ടാൻ തുടങ്ങി. ആ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊഡക്റ്റ് കൊടുക്കണ്ടേ?
എന്റെ സാറ് കേരളത്തിൽ എവിടെയും ഫ്രാഞ്ചൈസി ഇല്ല, കമ്പനിയുടെ സൈഡിൽ കേരളം പോലും ഇല്ല ആ സമയത്ത്. അങ്ങനെ നമ്മളെ കർണാടകത്തിൽ ബാംഗ്ലൂരിൽ പോയിട്ടും പിന്നെ കോയമ്പത്തൂർ പോയിട്ടാണ് സാധനം പർച്ചേസ് ചെയ്യുന്നത്. അത് കൊണ്ടുവന്ന് കുണ്ടേ കൊടുത്തു. അങ്ങനെ കുണ്ടേ കൊടുത്തിട്ടാണ് ടീമിനെ വളർത്തി നമ്മൾ എടുക്കുന്നത്. അപ്പം പ്രസാദ് സാറും സത്യം മാഷും അതേപോലെ എന്റെ കൂടെ വന്ന ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരു ലീഡർ, അതേപോലെ എന്റെ കൂട്ടുകാരനായ പ്രിയേഷ് എന്ന് പറഞ്ഞ ലീഡർ, അതേപോലെ തന്നെ സത്യമാഷിന്റെ കൂടെ ഒരു ശോഭിൻ കുമാറും ഒരു ദിനേശ് പയ്യന്നൂർ എന്ന് പറഞ്ഞ ലീഡർ, അങ്ങനെ വയനാട്ടിലെ ഷാജി സാറ്, പിന്നെ അതിന്റെ കൂടെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിലാൽ സാറ്, ഇങ്ങനെയുള്ള പല ആൾക്കാരും നമ്മൾ ടീമായിട്ട് വരുന്നു. എല്ലാ ആൾക്കാരും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നു, നന്നായിട്ട് ഓടി ബിസിനസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെ ആണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വളരെ ശക്തമായിട്ട് 2014 വർക്ക് ആരംഭിച്ച് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 7 വർഷം പൂർത്തിയായി ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. കമ്പനിയുടെ 162ാമത്തെ വീക്ക് ആയ സമയത്ത് 2,10,000 കുറിച്ച് നമ്മൾ വാതോരാത്ത 2014 മുതൽ സംസാരിച്ച ഈ മേഖലയിൽ അതേ പ്ലാനിൽ 162ാമത്തെ വീക്ക് ആയ സമയത്ത് 2,10,000 എന്റെ അക്കൗണ്ടിലേക്ക് വന്നു. വളരെ സന്തോഷമായിരുന്നു ആ സമയത്ത്. കാരണം നമ്മളെ കൂടെ വരുന്ന ഒരുപാട് ആൾക്കാർക്ക് വരുമാനം കിട്ടുന്നു, ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാവരും വർക്ക് ചെയ്യുന്നു. അപ്പം പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്, നെറ്റ്വർക്ക് മാർക്കറ്റിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒന്നുകൂടി ആദ്യത്തെ മേഖലയിലേക്ക് വരുന്നു. 2008 നെറ്റ്വർക്ക് വന്നിട്ട് 2009 കാലഘട്ടത്തിൽ MS പ്രസാദ് സാർ പറയാണ്, സോമ സാറേ ട്രെയിനിങ് എല്ലാം ഒരുപാട് പ്രാവശ്യം ഞാൻ തരുന്നത്, ഇനി അടുത്ത കാലത്ത് നിങ്ങൾ എടുക്കണം ട്രെയിനിങ്. അങ്ങനെ എന്നെ പിടിച്ച് മാനന്തവാടി അസ്ബി ഹോട്ടലിൽ ട്രെയിനിങ് എടുക്കാൻ വേണ്ടിയിട്ട് അവര് നിയമിച്ചു. അങ്ങനെ ഞാൻ പഠിക്കണം. എന്റെ പൊന്നു സാറെ വിദ്യാഭ്യാസം 8ാം ക്ലാസ്സിലേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ പേരും അഡ്രസ്സും തട്ടിമുട്ടി എഴുതാൻ അറിയാലാണ്ട് എന്റെ അമ്മ സത്യമായിട്ടും എനിക്ക് വേറെ ഒന്നും അറിയില്ല, എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. അപ്പം ആ സമയത്താണ് പ്രസാദ് സാറും പല ലീഡർമാരും ഇംഗ്ലീഷിലാണ് എഴുതിയത്. ഞാൻ അതേപോലെ കോപ്പി വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ സ്പെല്ലിംഗ് ഒന്നും എനിക്കറിയില്ല. പ്രസാദ് സാറൊക്കെ കൂട്ടക്ഷരാണ് എഴുതുന്നത്. പിന്നെ ബാക്കിയുള്ള ഏത് ലീഡറെ കണ്ടാലും അവരെ എല്ലാ ട്രെയിനിങ്ങിലും അത് തന്നെയാണ് ചെയ്തത്. അപ്പൊ ഞാനതിനെ വരച്ചു വെച്ചു, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ ഇതെടുക്കണം എന്ന് 2009 എന്നോട് പറയുന്ന കാലഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ 2 മാസം സമയമുണ്ട് എനിക്ക് ട്രെയിനിങ് എടുക്കാൻ. മുന്നേ പറഞ്ഞു, ഞാനിത് പലവാരും കണ്ടുപിടിച്ചു. അങ്ങനെ പറയണ്ടേ, ABCD കുറിച്ച് പറയണം. ABCD ആറ്റിറ്റ്യൂഡ് ബിലീഫ് ഒക്കെ പറയുമല്ലോ. അപ്പൊ അങ്ങനെ ABCD എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡാണെന്ന് മനസ്സിലായി. അപ്പം ആറ്റിറ്റ്യൂഡ് സ്പെല്ലിംഗ് അറിയത്തില്ല. ഡിക്ഷണറി നോക്കി ഇതെല്ലാം കണ്ടുപിടിച്ചു. വൈഫ് എന്നെ സഹായിച്ചു. വെള്ള പേപ്പറിൽ ഇമ്പോസിഷൻ എഴുതി. ഈ ഇമ്പോസിഷൻ ഞാൻ സ്കൂളുകളിൽ പഠിക്കുന്ന കാര്യത്തിൽ ഞാനൊരു പ്രൊഫസർ ആയേനെ. കാരണം അമ്മാതിരി എഴുത്താണ് ഞാൻ ഇമ്പോസിഷൻ എഴുതിയത്. എല്ലാ കാര്യങ്ങളും ഇമ്പോസിഷൻ എഴുതി പഠിച്ചു. അങ്ങനെ ഞാൻ അന്ന് ഇതേപോലെ നമ്മൾക്ക് സ്ലൈഡ് കാണിക്കലൊന്നുമില്ല കേട്ടോ. അവിടെ അന്ന് വെള്ള ബോർഡിലാണ് എഴുതി കൊടുക്കേണ്ടത്, മാർക്കറിൽ. ആ മാർക്കർ പിടിച്ചാൽ തന്നെ വരെ എഴുതാൻ പോലും പറ്റത്തില്ല, കാരണം അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പം അങ്ങനെ ഞാൻ ആദ്യം ട്രെയിനിങ് എടുക്കുമ്പോൾ ABCD ആദ്യം എഴുതി ഒരു വര വരഞ്ഞു. അതിനൊരു A എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡ് സ്പെല്ലിംഗ് എഴുതി. സാധാരണ ആറ്റിറ്റ്യൂഡ് സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതും ഈ ലോകത്ത് എല്ലാവർക്കും അറിയുന്നതും ATTI എന്നാണ് തുടങ്ങുന്നത് അല്ലേ. എന്റെ സുഹൃത്തുക്കൾ, ഞാൻ എഴുതിയത് ATITT എന്നായി പോയി. അപ്പം ട്രെയിനിങ് കേട്ടുകൊണ്ടിരിക്കുന്നതിന് മുന്നിൽ തന്നെ ഒരു സതി ടീച്ചറാണ്, മാനന്തവാടിക്കാരിയാണ് സതി ടീച്ചർ കുറെ സമയത്ത് എന്നെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു, സാർ അപ്പം എനിക്ക് തോന്നി എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ലാസ്റ്റ് ടീച്ചറോട് ചോദിച്ചു, എന്താ ടീച്ചറെ പ്രശ്നം ഒന്ന് തുറന്നു പറയാം. അപ്പൊ എനിക്ക് നാണക്കേട് വരുന്ന ടീച്ചർക്ക് അത് പറയാനും പറ്റുന്നില്ല. എന്നാലും ടീച്ചർ പറഞ്ഞു, സാർ ഇപ്പറായിപ്പോയി. ആ സമയത്ത് ആ ആഴ്ചയിലേക്ക് എന്റെ വരുമാനം അന്ന് 53,000 ഉള്ള കാലഘട്ടത്തിൽ ഞാൻ ടീച്ചറോട് പറഞ്ഞു, ഇത്രയുള്ളൂ ടീച്ചറെ, എവിടെ കടന്നാലും 53,000 കിട്ടും. അപ്പം ഇങ്ങനെയാണ് ബിസിനസ് ചെയ്തത്. ഇന്ന് കമ്പ്യൂട്ടറും ഇന്ന് ഈ സ്ലൈഡുകളും എല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. അതിലെ ഒരുപാട് ലീഡേഴ്സിന് ഭയങ്കര സംശയമുണ്ട് കേട്ടോ. അപ്പൊ എന്നോട് ചില ആൾക്കാർ ചോദിക്കും, സോമ സാർ ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണോ? സത്യം പറഞ്ഞ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. മറ്റേ സലീം പറയല്ലേ, ഗ്ലാമറില്ലാതല്ലേ ഉള്ളൂ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഉണ്ടാക്കിയത് തന്നെയാണ്. പക്ഷേ ഇത് എന്തെങ്കിലും ചെയ്തെന്നറിയോ, രാവിലെ തൊട്ട് രാത്രി വരെ ആത്മാർത്ഥം വർക്ക് ചെയ്യും. രാത്രി 10 മണിക്കും 11 മണിക്കും 12 മണിക്കൊക്കെയാണ് തിരിച്ചു വരുന്നത്. ആ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ച് ബൈബിളോട് റെഡി, ഇതൊന്ന് ദഹിക്കണ്ടേ, ഒന്ന് ഞാൻ കുറച്ച് ഇരിക്കേണ്ടത്. ലാപ്ടോപ്പ് എടുക്കും. ലാപ്ടോപ്പ് എടുത്തിട്ട് അതിൽ സ്ലൈഡ് ഉണ്ടാക്കുന്നത് ഒരാൾ എനിക്ക് കാണിച്ചു തന്നിരുന്നു ഒരു പ്രാവശ്യം. ആ കാണിച്ചു തന്ന അതേപോലെ ഞാൻ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഇത് എനിക്കൊരു പാഷനായിട്ട് മാറി. കാരണം ഒറ്റ വാശിയിലൊരു കമ്പ്യൂട്ടർ ഒന്ന് പഠിക്കണം. അങ്ങനെ നിരന്തരമായിട്ട് എല്ലാ ദിവസവും രാത്രി 1 മണിക്കൂറും 2 മണിക്കൂറും കമ്പ്യൂട്ടറിലിരുന്ന് ഇങ്ങനെ പലതരം സ്ലൈഡുകൾ ഉണ്ടാക്കി
ആ സ്ലൈഡുകൾ ഉണ്ടാക്കിയിട്ടാണ് എന്റെ പൊന്നു സാറേ ഞാൻ ഇതൊക്കെ പഠിച്ചത്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് അറിയത്, ഇത് പല ആൾക്കാരും പറയാറുണ്ട് ഇത് വലിയ ബിസിനസ് ആണ്, കാരണം കോട്ട് സൂട്ട് കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുള്ളൂ അല്ലേ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കുള്ളതാണ് ഇത്, നമ്മളെ പോലുള്ള ആൾക്കാർക്കുള്ളതല്ല. ഞാൻ പറയുന്നു നമ്മളെ പോലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉള്ളത്. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായി വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏത് മേഖലയും നമ്മളെ കയ്യിലേക്ക് ഒതുക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കണം. അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യുന്നു. അപ്പം ഇതിന് ഞാൻ 2-3 സ്ലൈഡ് കൂടി എനിക്ക് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എന്റെ ലോറി ഇതേപോലത്തെ 3 ലോറി ഉണ്ടായിരുന്നു. ഐശ്വര്യയിലാണ് 3 ലോറി. അതേപോലെ ടോർസിന്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, നാഷണൽ പെർമിറ്റ്. ഇതേപോലെ വണ്ടി. അപ്പൊ ഇങ്ങനെ ഒരു 4 വണ്ടിയാണ്. ഇതേപോലത്തെ 3 അതുകൊണ്ട് 4 വണ്ടിയായിരുന്നു. ഈ മേഖലയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ നെറ്റ്വർക്കിലേക്ക് വരുന്നത്. അപ്പം ഇതില് ആദ്യമായിട്ട് 2008 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങള് കൂത്തുപറമ്പിൽ ഞാനൊരു പ്രോഗ്രാം സെന്റർ ഇട്ടു. SAT ഹോളാണ് അതിന്റെ പേരിട്ടത്. അങ്ങനെ ഒരു സ്വന്തമായിട്ട് ഇട്ടപ്പോ വേണ്ട അന്ന് ഉദ്ഘാടനം ചെയ്തത് എറണാകുളത്തിൽ വിനോദ് സാറാണ്. ഇതാ പ്രസാദ് സാർ ഇവിടെ നിൽപ്പുണ്ട്. ഇതിന്റെ ഇവിടെ ഷാജി സാർ നിൽക്കുന്നുണ്ട്. അന്നത്തെ പ്രസാദ് സാറിന്റെ കോലാണിത്. അതില് സന്തോഷ് സാറും ഞാനാണിത്. അപ്പൊ ഇതിന് രേഖയിൽ എന്റെ ഏട്ടൻ മൂപ്പൻ എന്റെ അമ്മയുടെ ചേച്ചിന്റെ മകൻ. പക്ഷെ ഇന്ന് ഞാനും സന്തോഷ് സാറും പ്രസാദ് സാറും ഷാജി സാറും ഈ കൂട്ടത്തിലുള്ളത് നമ്മൾ മാത്രമേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പിടിച്ചു നിന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ പോയി അവര് പഴയ പണി ഇപ്പോഴും തുറന്നു കൊടുക്കും. ഇപ്പൊ അവര് നമ്മളെ ഭയങ്കര സങ്കടമാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം പക്ഷേ ഇത് ഞാൻ ആദ്യത്തെ മേഖലയിലായിരുന്നു. അപ്പം അതിനുശേഷം ഞാൻ 2008-14 വരുന്ന സമയത്ത് ഞാൻ എന്റെ അടുത്ത് ഉണ്ടായിരുന്ന വണ്ടി ഇതായിരുന്നു. അന്ന് എന്റെ അടുത്ത് ഈ വണ്ടി ഉണ്ട്, അതുപോലെയുള്ള ഒരു വണ്ടിയായിരുന്നു ഉണ്ട്. ഈ വണ്ടി എടുത്തിട്ടാണ് രാപ്പകലില്ലാതെ ഓടുന്നു. രാവിലെ തൊട്ട് വർക്ക് ചെയ്തിട്ട് ഇവിടെയൊക്കെ കവളൊക്കെ വേദനിക്കും. കല്ലുപ്പ് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അതിനെ കൊണ്ട് ഗാർഗിൾ ചെയ്യും. പിന്നെ ത്രോട്ടിന് ഇൻഫെക്ഷൻ വരും. ആ സമയത്ത് കുരുമുളകും കല്ലുപ്പും കൂടി ചവച്ചിറക്കും. ആ പുകച്ചിൽ കൊണ്ടാണ് ഒരാൾ സംസാരിക്കുന്നത്. കാരണം എന്താ, ഇത് ഒരാളുടെ ചെറിയ ത്രോട്ട് പ്രശ്നം വരുമ്പോൾ ചുമ വരും. ആ ചുമ വരുന്ന സമയത്ത് നമുക്ക് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ വരും. അപ്പം അങ്ങനെ റിസ്ക് എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് റിസ്ക് എടുക്കും. കാരണം എനിക്ക് ഇന്ന് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ഈ ബിസിനസ് ഇപ്പൊ ചെയ്യുന്ന വ്യക്തികൾക്ക് ഏറ്റവും വലിയ ഗുണം, ഇവർക്ക് ഇന്ന് പ്രൊഡക്റ്റ് എടുക്കാൻ വേറെ വേണം. നമ്മൾ തൊട്ടടുത്ത പ്രൊഡക്റ്റിന്റെ നമ്മള് പിക്കപ്പ് സെന്റർ വന്നു. അതേപോലെ തന്നെ ഓൺലൈൻ ട്രെയിനിങ്, ഈ കോവിഡിന്റെ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും നിങ്ങളുടെ ടീം നിങ്ങളെ കെയർ ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഇത്തരം നല്ല പ്രോഗ്രാം ഒക്കെ തരുന്നത് അല്ലെ. ലീഡേഴ്സിനൊക്കെ നിങ്ങൾ ഒന്ന് അവരോടൊക്കെ ഒരു സ്നേഹവും ബഹുമാനമൊക്കെ വരണം. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞു, അവരും ഈ ബിസിനസ്സിലെ പല ആൾക്കാരും രക്ഷപ്പെടണം വിചാരിച്ചാണ് ചെയ്യുന്നത്. അപ്പം ഇന്നാണെങ്കിൽ ഇങ്ങനെയുള്ള സെന്ററുകളുണ്ട്. അതേപോലെ തന്നെ കമ്പനിയുടെ സപ്പോർട്ടിംഗ് സിസ്റ്റം, അങ്ങനെ എല്ലാ കാര്യങ്ങളും എറണാകുളത്തേക്ക് നോക്കുമ്പോൾ നമ്മളെ ബോബി സാറും ദിലീപ് സാറും കമ്പനി റീജിയനൊക്കെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം മനസ്സിലാക്കുക, ഇന്നത്തെ സമയത്താണ് ഏറ്റവും നല്ലത്. അപ്പൊ 2000 വർക്ക് ചെയ്ത സമയത്ത് 2015 ഞാൻ ഷവർലൈൻ ക്രൂസറിന്റെ വണ്ടി എടുത്തു. അപ്പം ഈ വണ്ടി എടുത്തു ഇതേപോലെ എല്ലാ സ്ഥലങ്ങളിലും ഓടി. അതിനുശേഷം ഞാൻ എടുത്തൊരു വണ്ടിയാണ് 10 ലക്ഷത്തിന്റെ ഒരു വണ്ടി ബലേനോ. ഇപ്പോൾ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാമിലിക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് എടുത്ത വണ്ടിയാണ്, ഇത് യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഓരോ ലീഡേഴ്സും, കാരണം പ്രസാദ് സാറും അതേപോലെ ഓരോരോ ആൾക്കാരും ഇതേപോലെ വണ്ടിയൊക്കെ ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ വണ്ടിയോട് വലിയ കരമായതുകൊണ്ടും നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ഓടാൻ നല്ല വണ്ടി വേണം. കാരണം ഇപ്പം നമുക്കറിയാം, എന്താ കഴിഞ്ഞ ദിവസം മനോജ് സാറിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അല്ലേ. ആ മനുഷ്യന്റെ വീട്ടിൽ അതിന്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയുണ്ടായി. അപ്പം അവിടെ വീടിന്റെ മുറ്റത്ത് കംപ്ലീറ്റ് ടാക്സി സ്റ്റാൻഡ് പോലെയാണ്, കംപ്ലീറ്റ് വണ്ടികളാണ്. അതെല്ലാം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ ആ ചേട്ടനും അനുജനും കൂടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതേപോലെ തന്നെ അനൂപ് സാറും അനി സാറിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാലും, പിന്നെ അവിടെ കായലിൽ പോയി നോക്കി കഴിഞ്ഞാലും അവിടെയും കാണാം വണ്ടികൾ അല്ലെ. ബോട്ടൊക്കെ ആയിട്ടാണെങ്കിലും അതുപോലെ ബെല്ലി സാറാണെങ്കിലും അങ്ങനെ എല്ലാ ലീഡേഴ്സും. അപ്പം ഇതേപോലെ വണ്ടി എടുത്തു. അങ്ങനെ അവിടെ നിന്ന് ഒരു 86 ലക്ഷം രൂപ വരുന്ന ജാഗർ എക്സസ് വണ്ടി എടുക്കാൻ സാധിച്ചു. അപ്പം ഈ വണ്ടി എടുത്ത് നന്നായിട്ട് ഓടി. ഈ വണ്ടി ഒരു സിനിമയിലും കൂടി ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഈ വണ്ടി ഓടുന്നു. അതിനുശേഷം ഞാൻ മാനന്തവാടിയിൽ ഒരു സ്ഥലം എടുത്തു. ഇതെടുക്കാനുള്ള കാരണം വേറെ ആരും ഇല്ല. കാരണം എന്നോട് എന്റെ ലീഡർ സാറേ നിങ്ങൾ വണ്ടിയിൽ മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ കേട്ടോ. അപ്പൊ ഒരു ദിവസം നമ്മളെ വിദേശത്ത് നമ്മൾ ട്രിപ്പ് പോയ സമയത്ത്, കമ്പനിയുടെ ഒരു കോൺട്രാക്ട് നമ്മൾ വിദേശ ട്രിപ്പ് പോയ സമയത്ത് അനൂപ് സാറും അനീസ് സാറും കൂടിയിട്ട് അവരെ ഹൗസ് ബോട്ടിനെ കുറിച്ചിട്ടും കാര്യങ്ങളെല്ലാം കുറിച്ച് സംസാരിച്ചു. അവര് കൂടുതൽ ഇതേപോലെ കാറുകളെല്ലാം എടുക്കുന്നത് അവര് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. മുബീൻ മുഹമ്മദ് സാറ് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം അവർക്ക് സാർ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ നിർദ്ദേശങ്ങൾ തരും. അതുകൊണ്ടാണ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അപ്ലൈനാണ് ഇവരൊക്കെ ഞാൻ പറയാനുള്ള കാരണം. അപ്പം അന്നേരമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ മാനന്തവാടിയിൽ ഒരു 25 സെന്റ് സ്ഥലം എടുത്തു. അപ്പൊ ഇവിടെ ഒരു പ്രൊജക്ട് ആരംഭിക്കാൻ പോകുന്ന തൊട്ടടുത്തൊരു സ്ഥലം കൂടി ഉണ്ടത് കിട്ടും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ഇതെടുത്തു.
അതിനുശേഷം ഞാൻ എടുത്ത ഇതാണ് ഒരു കണ്ണൂരിൽ വില്ല എടുത്തു. ഈ വില്ലയുടെ കുറച്ച് ഫണ്ട് കൊടുക്കാൻ ബാലൻസ് ഉണ്ട്, തികച്ചും കൊടുത്തിട്ടില്ല, കോവിഡ് ആയതുകൊണ്ട് അന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചാണ്. ഇത് ഇന്ത്യയിൽ വർക്ക് എല്ലാം കഴിഞ്ഞ് നിൽക്കുവാണ്. പക്ഷെ ഞാൻ ഇനി കണ്ണൂരേക്ക് പോണില്ല, ഞാൻ ഇനി കാലിക്കറ്റ് തന്നെ വീടെടുത്ത് ഇവിടെ തന്നെ നിൽക്കാനാണ് തീരുമാനിച്ചത്. ഇവിടെ ഫ്ലാറ്റാണ് താമസിക്കുന്നത് കാലിക്കറ്റ്. അപ്പം ഇതിനുശേഷം ഞാൻ എടുത്ത എന്റെ അടുത്തൊരു അച്ചീവ്മെന്റ് ആണ് ഇത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ വെച്ചിട്ടാണ് ഇപ്പൊ ഞാനിപ്പോ പ്രോഗ്രാം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഐ സെന്റർ. അപ്പം ഇത് കോവിഡിന്റെ സമയത്ത് ടീമിന് ഓൺലൈൻ മീറ്റിംഗും എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. ഇവിടെ 3 സ്റ്റാഫ് ഉണ്ട്. പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ തന്നെ കിട്ടും. എന്റെ തൊട്ടടുത്ത ഫ്രാഞ്ചൈസി ഇപ്പൊ നമ്മളെ ഫ്രാഞ്ചൈസി കോഴിക്കോട് ഫ്രാഞ്ചൈസി പേര് വീട് സാധനത്തോട് കൊണ്ടുവെക്കും. ഇവിടെ വേറെ കമ്മീഷൻ കാര്യങ്ങളൊന്നും മേടിക്കുന്നൊന്നും അല്ല കേട്ടോ. അപ്പം ഇങ്ങനെ ബിസിനസ് അവസരം പറയാനും എല്ലാത്തിനും കൂടി ഒരു സെന്ററാക്കി എടുത്തു. ഇത് എന്റെ ഒരു അച്ചീവ്മെന്റ് ആണ്. അതേപോലെ തന്നെ അടുത്തത് ഞാൻ ഈ കോവിഡിന്റെ സമയത്ത് ഞാൻ അടുത്തൊരു വണ്ടി കൂടി ബുക്ക് ചെയ്തു. ഒരു വണ്ടിയിൽ 2 വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു കാര്യം പറയാം. ഇപ്പം കഴിഞ്ഞ 1.5 മാസമായിട്ട് പൈസ അഡ്വാൻസ് കൊടുത്തു ബുക്ക് ചെയ്ത വണ്ടിയാണ് ഇന്നോവ ക്രിസ്റ്റ. അപ്പം ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതിന് 31.5 ലക്ഷം രൂപയാണ് അതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓട്ടോമാറ്റിക്കിന്റെ B6 വണ്ടി. അപ്പം അടുത്ത മാസം കിട്ടും വണ്ടി. അപ്പോ 2.5 മാസമാണ് അവർ പറഞ്ഞത്. 2.5 മാസം അടുത്ത മാസം വണ്ടി കിട്ടും. ഇത് കൂടാതെ അടുത്ത ഒരു വണ്ടി ഞാൻ ബുക്ക് ചെയ്തു, കാശ് കൊടുത്തു. അപ്പം വണ്ടി വേറെ ഒന്നുമല്ല, എസ് ക്ലാസ് ആണ്. 2 കോടി രൂപ വില വരും. എസ് ക്ലാസ് ബുക്ക് ചെയ്ത് വെറും ഫോട്ടോ ഇട്ടതല്ല കേട്ടോ. ഇതാ കാണാം, ഇത് ഭാര്യ, ഇത് 2 കുട്ടികൾ, ഇത് അവരൊക്കെ ചെക്ക് കൈമാറുന്നതാണ് ബെൻസിൻ്റെത്. അങ്ങനെ ബുക്ക് ചെയ്തു. ഈ സമയത്ത് എനിക്ക് നമ്മളെ അപ്പലേന്റെ പല വിങ്ങിലുള്ള പ്രധാനപ്പെട്ട ഇതേപോലെ അനീഫ് സാറും അനൂപ് സാറെ പോലെയുള്ള ലീഡേഴ്സ്, ബെല്ലി സാറെ പോലെയുള്ള ലീഡേഴ്സ്, അതേപോലെ തന്നെ ഒരുപാട് ലീഡേഴ്സ്, എന്റെ അപ്പലെ ലീഡർ പ്രസാദ് സാർ ആണെങ്കിലും മുബീൻ മുഹമ്മദ് സാർ ആണെങ്കിലും കമ്പനിയുടെ റീജിയണൽ ഹെഡ് ബോബി സാറും ദിലീപ് സാറൊക്കെ പറഞ്ഞു, സോം സാറേ ഈ വണ്ടി നിങ്ങൾ എടുത്തോ, പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധിച്ച് കുറച്ചുകൂടി ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ കോറി മേഖല എല്ലാ മേഖലയും ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതേപോലെ പോയിട്ടുണ്ട്. അന്നൊന്നും എന്നെ നിയന്ത്രിക്കാനോ എന്നെ സപ്പോർട്ട് ചെയ്യാനോ ആരും ഉണ്ടായിട്ടില്ല. ശരിക്കും പറയും നമ്മളൊരു വീഴ്ചയായിരുന്നു അവരൊക്കെ അവിടെ ആ മേഖലയിൽ ആൾക്കാർക്ക് ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇവിടെ ഇല്ല, നമ്മൾക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി. കാരണം വലിയ വണ്ടിയാണ്, നിങ്ങൾ ആലോചിക്കുന്നത് 2 കോടിയുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിനോടുള്ള ഒരു ആവേശം കൊണ്ടൊക്കെയാണ് ഞാൻ അന്നേരം ബുക്ക് ചെയ്തത്. പക്ഷെ എന്നോട് പറഞ്ഞു, സോമ സാറെ കുറച്ചും ശ്രദ്ധിക്കണം. അങ്ങനെ കുറച്ച് കാലത്തേക്ക് 8 മാസം കഴിയും ഈ വണ്ടി കിട്ടണമെങ്കിൽ. പൈസയൊക്കെ കൊടുത്തു കേട്ടോ, അതിൽ കുറച്ച് പൈസയൊക്കെ കൊടുത്തു, ഇനി ബാക്കിയുള്ള കൊടുക്കണം. അപ്പം ഒരു 8 മാസം കഴിയും. അപ്പോഴത്തേക്ക് എന്താ പറയുക, ഇപ്പൊ ഇവിടെ കഴിയട്ടെ. പക്ഷേ ഈ ബിസിനസ് മൈലേഷൻ ഈ വണ്ടി എടുക്കാൻ സാധിക്കും. ദൈവം ആരോഗ്യവും ആയുസ്സും തന്നാൽ ഈ ബെൻസ് എസ് ക്ലാസ് ഞാൻ അച്ചീവ് ചെയ്തിരിക്കും. കാരണം എന്റെ ഫണ്ട് അവിടെ കിടക്കുവാണ് ഇപ്പോൾ ഉറപ്പായിട്ട്. കാരണം നടക്കുന്ന കാര്യം മാത്രമേ പറയുള്ളൂ, പറയുന്ന കാര്യം നടക്കാറുണ്ട്. അപ്പം അതിന് ദൈവം നല്ല സപ്പോർട്ടും ഉണ്ട്, എന്റെ ലീഡേഴ്സും എല്ലാവരും സപ്പോർട്ടുണ്ട്, നമ്മുടെ ലവ്ലേനും എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. അപ്പം ഇതാണ് എന്റെ കാര്യം. അപ്പം ഇനി ഞാൻ അടുത്തൊരു കാര്യം 1-2 കാര്യം കൂടി പറയാം. 8ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള വ്യക്തിക്ക് ഈ ബിസിനസ് എങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾ ആലോചിച്ച് നോക്കെ. എന്റെ അടുത്തൊരു നേട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ചൊക്ലി ഗവൺമെന്റ് കോളേജിൽ 120 കുട്ടികൾക്കും 8 പ്രൊഫസറുമായിരിക്കും ഞാൻ എന്ത് ചെയ്തു, ഞാനിവിടെ ഇ-കോമേഴ്സിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് കൊടുക്കും. നോക്കണം, ഇത് കോളേജിലെ ഒരു പാഠ്യ വിഷയമാണ്. ആ സ്ഥലത്താണ് പോയിട്ട് ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെ അവര് അവിടെ തിയറി പഠിക്കുന്നു, എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെ ഇ-കോമേഴ്സ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ അവിടെ പറഞ്ഞു കൊടുത്തത്. 2.5 മണിക്കൂറായിരുന്നു ക്ലാസ്. അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. അപ്പം അത് ചെയ്തു. അവിടെ നമ്മൾ ആ കോളേജിലെ പ്രൊഫസറായിരുന്നു പ്രഭിത മാഡം. ആ പ്രഭിത മാഡം ഇന്ന് ജോലി റിസൈൻ ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ടും ഇന്ന് നമ്മളെ ടീമിന്റെ കൂടിയാണ്, ഇന്ന് NTC ലീഡറും കൂടിയാണ്. അപ്പം അതിനുശേഷം ഞാൻ അടുത്തൊരു സ്ഥലത്ത് കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വുമൻസ് കോളേജ് കണ്ണൂർ, ഇവിടെ നിങ്ങൾ എന്നെ കാണാൻ സാധിക്കും തോന്നുന്നത്, അവിടെ ഉണ്ട് ഞാൻ. ഈ ഒരു ക്ലാസ് ഞാൻ എടുക്കുന്നതിന് മുന്നേ അതിന്റെ അവിടെ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് മുൻ മന്ത്രിയായിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരംകാരൻ, പേര് മറന്നുപോയി, ഞാൻ ഓർമ്മ വരുമ്പോ പറയാം. അപ്പം അവരാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പം അതിന് ഏകദേശം 600ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും കുട്ടികൾക്ക് ഒരു 3 മണിക്കൂർ ഹെൽത്ത് അവയർനെസ് ക്ലാസ് കൊടുക്കാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നമ്മളെ മൈ ലൈഫ് സ്റ്റൈൽ
കാശ് മാത്രമല്ല തന്നത്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയോ നശിച്ചു പോയേണ്ട ഒരു ജീവിതം. കാരണം അങ്ങനെ വണ്ടിയിലൊക്കെ കയറി കഷ്ടപ്പെട്ട് അങ്ങനെ നശിച്ചു പോകേണ്ട ജീവിതം അവിടുന്ന് ഈ ലെവലിലേക്ക് എത്തിച്ച ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ. പക്ഷെ 100% നമ്മൾ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും നമ്മൾ മുകളിൽ ആരുണ്ട് താഴെ ആരുണ്ട് എന്ന് നോക്കാതെ നമ്മളെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യണം. പക്ഷെ എന്തുകൊണ്ടാണ് ചില ആൾക്കാർക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡെവലപ്പ് ആക്കാൻ സാധിക്കാത്തത്? ഞാനിങ്ങനെ പറയല്ലേ, നമ്മൾ വാരാളി കണ്ടു, വള്ളി ചില വള്ളികളെല്ലാം നിലത്തോട്ട് ഇങ്ങനെ പടർന്നു പോകുന്ന കാണാം. ചില വള്ളികളൊക്കെ ഏതെങ്കിലും മരത്തിന് മേലെ ചുറ്റിപ്പിടിഞ്ഞ് ഇങ്ങനെ മുകളിലോട്ട് പോകുന്ന കാണാം. അപ്പം എന്തുകൊണ്ടാണ് വള്ളി ഒരു മരത്തിന് മേലെ ചുറ്റിപ്പിടിച്ചു പോകുന്നത്? ആ വള്ളിക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പം ആ മരത്തിന് പോലെ സ്വന്തമായിട്ട് നിൽക്കാൻ നമ്മൾ തയ്യാറാവുക. നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക. കാരണം എല്ലാ മേഖലയും നമ്മൾ തന്നെ വർക്ക് ചെയ്യണ്ടേ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇത്തരം കാര്യങ്ങളാണെങ്കിൽ നമ്മൾക്ക് ഏത് മേഖല ഈ ബിസിനസ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഇത് വലിയ ബിസിനസ് ആണ്, പക്ഷെങ്കിൽ വളരെ സിമ്പിൾ ആണ് ഈ ബിസിനസ് ചെയ്യാൻ. അതിന്റെ അർത്ഥത്തിൽ ഒന്ന് മനസ്സിലാക്കിയാൽ അടുത്തൊരു അച്ചീവ്മെന്റ്സ് കാണിക്കുമ്പോൾ ഒന്നും വിചാരിക്കരുത് കേട്ടോ, എന്റെ ഫോക്കസ് സെറ്റിന് വിചാരിക്കരുത്. അടുത്ത അച്ചീവ്മെന്റ്സ് ആണിത്. ഇത് ഒരു സിനിമയാണ്, ഇവിടെ കാണാൻ പറ്റും അല്ലെ? ഒരു സിനിമ, ഒരു കടത്ത് നാടൻ കഥ സിദ്ദിഖിന്റെ മകൻ മെയിൻ നടനായിട്ടുള്ള ആ സിനിമയിൽ ഞാൻ അവിടെ ഡോക്ടറായിട്ട് അഭിനയിച്ചു. ആ സിനിമ നിങ്ങൾ എറണാകുളത്തൊക്കെ 25 ദിവസം കളിച്ചു. കോവിഡിന്റെ തൊട്ട മുന്നേ ആയിരുന്നു, ജനുവരിയിലായിരുന്നു. അപ്പൊ അത് നമ്മളിത് ഏകദേശം ഇപ്പം ടിവിയിൽ വന്നിട്ടില്ല. അപ്പം അതാണ് കാര്യം. അപ്പൊ ഇങ്ങനെ വരെ വന്നു. അത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു ഗുണങ്ങൾ കിട്ടി. ഇനി ഞാൻ അടുത്ത ഒരു 1-2 കാര്യം പറയാം. ബിസിനസ് MI ലൈഫ് സ്റ്റൈലിന് മുന്നേ എന്റെ ചോദ്യം, ഹു ആർ യു? നിങ്ങൾ, കാരണം ഞാനൊരു സാധാരണക്കാരനായിരുന്നു. എനിക്ക് ഇത്തരെങ്കിലും കാര്യങ്ങൾ നേടാൻ പറ്റി. ഇനി ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. അറിവ് കൊണ്ടാണെങ്കിലും അതേപോലെ അച്ചീവ്മെന്റ്സ് കൊണ്ടാണെങ്കിലും ഒരുപാട് നേടാൻ ബാക്കി കിടക്കുന്നു. കാരണം അതിന് വളരെ കുറച്ച് മാത്രമേ നേടിയിട്ടുള്ളൂ ഇപ്പോഴും. അപ്പം പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ബിസിനസ്സിൽ വരുമ്പോൾ നിങ്ങൾ ആരായിരുന്നു? നിങ്ങളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് റിച്ച് ആണോ അല്ലെ പൂർ ആണോ? ഈ വാക്ക് ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. റോബർട്ട് കിയോസാക്കി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനഃപ്പാടമാണ്. ഇത് വെച്ച് ഞാൻ 2 കാര്യം പറയാം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഞാൻ കാണിക്കാൻ പോകുന്ന വ്യക്തികൾ ഇതാ, ഈ വ്യക്തികൾ ആരായിരുന്നു? നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വരുന്നതിന് മുന്നേ വലിയ കോടീശ്വരനായിരുന്നോ? അല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ മെഡിക്കലായിട്ട് ബന്ധപ്പെട്ടിട്ട് മെഡിക്കൽ റെപ്പും അങ്ങനെയൊക്കെ ആയിരുന്നു എന്നാണ് ഞാൻ എന്റെ അറിവിലുള്ളത്. കാരണം നമ്മൾ അത്തരം കാര്യങ്ങൾ വളരെ കുറച്ചായിട്ട് നമ്മൾ സംസാരിച്ചെന്ന് തോന്നുന്നു. പക്ഷേ അതിലും കാരണം ഇവിടെ മനസ്സിലാക്കുക, ഒരു ടീമിനെ അതിന് നയിക്കാൻ, കാരണം നമ്മൾ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം, ആ സാധനം ചിലപ്പം ഈ ഒരു സ്ലൈഡ് ചേഞ്ചർ ആണെങ്കിൽ ആയിക്കോട്ടെ, അതിന്റെ ലെവലിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അതിന്റെ അച്ചിലായിരിക്കും അല്ലെ? അപ്പം അച്ച് ക്ലിയർ ആകുകയാണെങ്കിൽ അതിലുണ്ടാക്കുന്ന എല്ലാം നല്ല ക്ലിയർ ആയിരിക്കും. അപ്പം ഈ 2 അച്ഛൻ, ഈ ചേട്ടനും മനുഷ്യനും ആത്മാർത്ഥമായിട്ട് ഇതിനെ അങ്ങേയറ്റം സ്നേഹിച്ചിട്ടാണ് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഈ ബിസിനസ് ഇവർ ചെയ്യുന്നത്. അപ്പൊ എന്റെ ചോദ്യം, ഇവര് കോടീശ്വരനായിരുന്നോ? ഒരിക്കലുമല്ല അല്ലെ? ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത വ്യക്തിയോ? ഇവര് കോടീശ്വരനായിരുന്നോ? ഇൻഷുറൻസ് മേഖലയിലായിരുന്നു. സ്റ്റാർ ഹെൽത്തിലൊക്കെ അവിടെ സീനിയർ സെയിൽസ് മാനേജർ ആയിരുന്നു. അപ്പം ഈ മനുഷ്യന് കോടീശ്വരനല്ലല്ലോ. അവരെ ഫാദർ പോലും കർഷകൻ. ഞാൻ അവരെ വീട്ടിൽ പോയിട്ടുണ്ട്, 2 പ്രാവശ്യം പോയിട്ടുണ്ട്. 2 പ്രാവശ്യം നല്ല ഭക്ഷണം തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക്. അപ്പം നല്ല ബന്ധങ്ങളാണ് സാറായിട്ട്. അപ്പം ഇവര് വലിയ ഹൈ ലെവലായിരുന്നോ? അല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ആളോ നോക്കണം. ശൈലേഷ് സാറ് കോടീശ്വരനായിരുന്നോ? അല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത വ്യക്തിയോ? ശരൺ സാറിന് എനിക്ക് നല്ല പരിചയമാണ്. കാരണം എറണാകുളത്ത് പോയപ്പോൾ എനിക്ക് ഒരുപാട് സപ്പോർട്ട്. ഞാൻ അവിടെ ബിസിനസ് 1 വർഷം ഞാൻ അവിടെ ബിസിനസ് ചെയ്താണ് ഞാൻ ഫാമിലി ആയിട്ട്. അപ്പൊ ഞാൻ പ്രോഗ്രാം നല്ല ബന്ധങ്ങളാണ് സാറായിട്ട്. അപ്പം നമുക്ക് മുന്നേ പരിചയമുണ്ട്. അപ്പം സാറും കോടീശ്വരനല്ലല്ലോ. ആ മനുഷ്യനൊക്കെ കഥ കേട്ട് നമുക്കെന്നെ സങ്കടം തോന്നാറുണ്ട്. അപ്പം കോടീശ്വരനായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത വ്യക്തിയോ? ഇതെല്ലാം കാണുമെന്നറിയാം, ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു സിനിമാ നടന്മാരുടെ ലുക്കാണല്ലോ. അപ്പം മനസ്സിലാക്കാൻ, നിതിൻ ബാബു കോടീശ്വരനായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത വ്യക്തിയോ? കോടീശ്വരനായിരുന്നോ? അപ്പം ഫാദർക്ക് നല്ല എന്തോ ബിസിനസ് ഉണ്ട്. അപ്പം ഫാദറ് അത്യാവശ്യം കാശുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ആളുടെ ഡ്രീം അതല്ലാത്തത് കൊണ്ടായിരിക്കാം ആൾ ഇതിലേക്ക് വന്നത്. കാരണം നമ്മൾ മുന്നേ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പല സമയത്തും. ആളും കോടീശ്വരനായിരുന്നില്ല. അപ്പം പക്ഷെ അതേപോലെ തന്നെ അടുത്ത വ്യക്തിയോ? ഈ വ്യക്തി ധനേഷ് മാധവന് കോടീശ്വരനായിരുന്നോ? അല്ല, കോടീശ്വരനായിരുന്നില്ല. ഇത് മൈലേഷ്യൽ വരുന്നതിന് മുന്നേയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്.
അതേപോലെ തന്നെ സുബീഷ് കോടീശ്വരനായിരുന്നു, അല്ല, സുബീഷും കോടീശ്വരനായിരുന്നില്ല. അതേപോലെ തന്നെ പ്രജീഷോ കോടീശ്വരനായിരുന്നില്ല ഈ ബിസിനസ്സിൽ വരുമ്പോ. അപ്പൊ നിങ്ങൾ നോക്കണം, ഇവിടെ ഓരോ ലീഡർമാരും, സുമിത മേഡം, ഈ സുമിത മേഡം എറണാകുളത്ത് ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഒരുപാട് അവർ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമ്മളെ കൂടുതൽ അവിടെയൊക്കെ വന്ന സ്ത്രീകൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ആ മേഡത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, ഒരു ടൈലർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് അവര് ചിന്തിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നല്ല ഈ ബിസിനസിന്റെ ശക്തമായി ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം മനസ്സിലാക്കുക, അവരും അതേപോലെ ലേഡീസില് കേരളത്തിലെ ആദ്യത്തെ സീലിംഗ് അച്ചീവറാണ്. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം ഇവരും കോടീശ്വരനായിരുന്നില്ല, വെറും സാധാരണക്കാരിയായിരുന്നു. അതേപോലെ തന്നെ ശ്രീധര സാറോ, ഇവരും ഒരു കൂലിപ്പണിക്കാരനാണെന്ന് എനിക്ക് എന്റെ അറിവിൽ. അപ്പം കാരണം ഇപ്പം കാണുമ്പോൾ അങ്ങനെ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ ഒക്കെ ഒരു പോലീസുകാരൻ ഒരു ഉദ്യോഗസ്ഥന്റെ ഒക്കെ വലിയ ലുക്കാ. അപ്പം നോക്കണം, അപ്പം അതേപോലെ ഇവരും കോടീശ്വരനായിരുന്നില്ല. അതേപോലെ ശ്രീജിത്ത് സാർ, ഇവരും കോടീശ്വരനായിരുന്നില്ല. മനസ്സിലാക്കേണ്ടത്, ഇനി നിങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് ഒന്നുമില്ലാത്ത സ്ഥലത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ ലെവലിലേക്ക് ഇവരൊക്കെ എത്തിയത്. ഇത് നമ്മളത് മനസ്സിലാക്കണം. അപ്പം ഒന്നുമില്ലാത്തവർക്ക് ഇത്രയും ലെവലിലേക്ക് എത്താൻ ഇവരും നമ്മളും സക്സസ് ആയ എല്ലാ വ്യക്തികളും എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ചെയ്തത് കൊണ്ടാണ് അവർക്ക് ഇവരെ എത്താൻ സാധിച്ചത്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു സാധാരണക്കാരനല്ലേ, നമ്മള് അസാധാരണക്കാരന് നമ്മളെ ചിന്താഗതി കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ പ്രവർത്തനം കൊണ്ടോ അങ്ങനെ ആയെന്ന് വരാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമ്പത്ത് കൊണ്ട് നമ്മൾ സാധാരണക്കാരനായിരുന്നില്ലേ, നമ്മളെ അച്ഛനും നമ്മളെ കുടുംബങ്ങളെല്ലാം സാധാരണക്കാരായിരുന്നല്ലോ. അപ്പൊ നമ്മൾക്ക് എങ്ങനെയാണ് വലിയ ലെവലിലേക്ക് എത്താൻ സാധിക്കുക? പക്ഷെ നമ്മൾക്ക് എന്ത് കൂടി വേണം? അവിടെ ബേസിക് കുറച്ച് കാര്യങ്ങൾ വേണ്ടേ? ഏത് മനുഷ്യനും വീട് വേണം, അതേപോലെ തന്നെ കാറ് വേണം, അതേപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം, അതേപോലെ തന്നെ കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടണം. കാരണം 3 മകന്മാരെ കെട്ടിച്ചു വിടാൻ പെട്ട പാടെ എനിക്കറിയാം. എനിക്ക് 2 പെൺകുട്ടികളുണ്ട്, അവരെ കെട്ടിപ്പിച്ചു വിടണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെ? അപ്പൊ നമ്മൾ ഏത് മേഖലയിൽ, ഞാൻ പറയുന്ന ഒരു പോയിന്റ് ശ്രദ്ധിക്കണം നിങ്ങൾ. കാരണം നമ്മൾക്ക് ചെയ്യുന്ന മേഖല എത്ര വർഷമായാലും ആ വർഷത്തിൽ ഇവിടുത്തെ കാലം ജോലി ചെയ്തിട്ട് നമ്മൾക്ക് എന്താണ് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത്, നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന മേഖല. ആ മേഖലയെ കുറിച്ച് സ്പീഡായിട്ട് 1-2 കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഇവിടെ നിന്ന് കാണണം, ഒരു കാർപ്പൻറ്റർക്ക് ആണെങ്കിൽ അവർ കിട്ടുന്ന കൂലി എത്രയാണെന്നറിയോ? 800 മുതൽ 1000 രൂപ വരെയാ ഒരു ദിവസം കൂലി. അതേപോലെ സെൻട്രൽ വർക്കിനാണെങ്കിലോ 800 രൂപ മുതൽ 1000 രൂപയാണ് അവർക്ക് കൂലി കിട്ടുന്നത്. അതേപോലെ തന്നെ ഒരു പ്ലാന്റേഷൻ വർക്കർക്കാണെങ്കിലോ 300 രൂപ മുതൽ 700 രൂപ വരെ അവർക്ക് കൂലിയുണ്ട്. അതേപോലെ തന്നെ അടുത്ത ഡ്രൈവർക്കാണെങ്കിലോ 500 മുതൽ 1000 രൂപ വരെ. ഇനി കുറെ കഴിയുമ്പോൾ പെൻഷൻ പോലും കിട്ടില്ല, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞാൽ ആ ജോലിയും പോകും. അപ്പം അങ്ങനെയാണ് കിട്ടുന്നത്. പക്ഷെ ഒരു വയറിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് 800 മുതൽ 1000 രൂപ വരെ കൂലിയുണ്ട്. അതേപോലെ ഒരു പെയിന്റർക്കാണെങ്കിലോ 800 മുതൽ 1000 വരെ. അടുത്ത ലെവലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം, ഒരു ടീച്ചർമാർക്കാണെങ്കിലോ പ്രൈവറ്റിലാണെങ്കിൽ ഒരു LP UP-ക്കാണെങ്കിൽ 10 മുതൽ 15,000 വരെ. അതേപോലെ നമ്മൾ നോക്കണം, ഹൈസ്കൂളിലാണെങ്കിൽ 15,000 മുതൽ 20,000 വരെ സാലറി. ഇനി ഹയർ സെക്കൻഡറി സ്കൂളാണെങ്കിലോ 20,000 വരെ 30,000 വരെ സാലറി ഉണ്ടാകുന്ന കൂട്ടിക്കോ. അതേപോലെ തന്നെ ഒരു ഓഫീസ് വർക്ക് ആണെങ്കിലോ അവിടെ 8,000 രൂപ മുതൽ 25,000 രൂപയാണ് സാലറി വരുന്നത്. 25,000 വരെ കിട്ടാറുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടുന്നത് കുഴപ്പമില്ലാണ്ട് കിട്ടുന്നത്, പക്ഷെ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. അവരെ ജോലി എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് പോലീസുകാർക്കാണ്. അപ്പം അവർക്ക് ബേസിക് സാലറി എന്ന് പറയുമ്പോൾ 35,000 മുതൽ 50,000 വരെ ബേസിക് സാലറി ഉണ്ട്. പക്ഷേ എന്നാലും അവരാരും കോടീശ്വരനല്ലല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ ആ ലെവലിലേക്ക് എത്താത്തത്? ആ കാര്യം നമ്മളൊന്ന് സ്റ്റഡി ചെയ്യണം. ഒരുപാട് കാലം നമ്മൾ അങ്ങനെ ജോലി ചെയ്തിട്ട് നമ്മളോ നമ്മളെ രക്ഷിതാക്കളോ മുന്നേ നമ്മളെ അച്ഛന്റെ അച്ഛനോ ആരും അങ്ങനെ എത്തിയിട്ടില്ല. അപ്പൊ അവര് എത്താത്ത കാലഘട്ടത്തിൽ പിന്നെ അതേ മേഖല ചെയ്ത നമ്മൾ എങ്ങനെ എത്തും? അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ അവസരങ്ങൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, പഠിക്കണം എന്ന് പറയുന്ന കാരണം അതാ. അപ്പൊ ഒരു 30 വർഷം ഈ മേഖല ജോലി ചെയ്താൽ എന്ത് സംഭവിക്കുന്ന ഒരു കാര്യം കൂടി പറയാം. കോടീശ്വരനാകണോ? അതായത് ലോകത്ത് 751 കോടി ജനങ്ങളില് അതിന് 95% ആൾക്കാർ സാധാരണക്കാരും 5% സമ്പന്നരാണെന്നുള്ളത് നമ്മൾ വാദവരാതെ റോബർട്ട് കിയോസാക്കിനൊക്കെ ലീഡേഴ്സൊക്കെ പറയുമ്പോൾ കേട്ടിട്ടുണ്ട്, അല്ലേ? അപ്പൊ അതിന്റെ കാരണം കൂടി മനസ്സിലാക്കണ്ടേ? ഇത് നമ്മളൊരു 30 വർഷം ദിവസക്കൂലിക്ക് മാസ ശമ്പളത്തിന് ജോലി ചെയ്തു കഴിഞ്ഞാൽ 1000 വെച്ച് കൂലിയാണെങ്കിൽ നമ്മൾക്ക് അവിടെ ഒരു 30 വർഷം ജോലി ചെയ്താൽ 86 ലക്ഷമാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇവിടെ 30,000 സാലറിക്ക് നമ്മൾ ഒരു 30 വർഷം വർക്ക് ചെയ്താലോ 1,08,00,000 കിട്ടും. ഇതും 30 വർഷം ലീവാക്കാതെ പണിക്ക് പോയാലാണ് കിട്ടുന്നത്. അങ്ങനെ എല്ലാവർക്കും പോകാൻ സാധിക്കൂ? ഒരിക്കലും സാധിക്കത്തില്ല. അപ്പം അവരും ഒരു കോടീശ്വരനല്ല. അപ്പം പക്ഷേ ഇത് എന്തുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെ ആകാൻ സാധിക്കാത്തത്? നമ്മളെ ചെലവല്ലേ നമ്മള് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെ ഭക്ഷണത്തിന് പൈസ, ഫാമിലിന്റെ ഭക്ഷണത്തിന് പൈസ, അതേപോലെ ഹോം ലോൺ അടക്കണം, അതേപോലെ തന്നെ നമ്മള് കുട്ടികളെ എഡ്യൂക്കേഷന് ബില്ല് കൊടുക്കണം, അതുപോലെ നമ്മളെ ഡ്രസ്സ്, അതേപോലെ ഫുഡ് വെയർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾക്ക് മെഡിക്കലിന്റെ ബില്ല്. ഈ കോവിഡ് സമയത്ത് അറിയില്ലേ, നിങ്ങൾക്ക് കേട്ടില്ലേ,
പിന്നെ ഓരോ ഹോസ്പിറ്റലിൽ വരുമ്പോൾ 4 ലക്ഷം 5 ലക്ഷമൊക്കെയാണ് ബില്ല് വരുന്നത്. ആ കോവിഡ് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരൊക്കെ പിന്നെ അറ്റാക്ക് ആയിട്ടാണ് പിന്നെ മരിച്ചു പോകുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം ഇതിന്റെ വലിയൊരു ബില്ലാണ്. അതേപോലെ തന്നെ മൊബൈലിന്റെ ബില്ല് അടക്കണം, അതേപോലെ ഇലക്ട്രിക് ബില്ല് അടക്കണം, അതേപോലെ അടുത്ത പ്രശ്നമാണ് ചിട്ടികൾ അടക്കണം, അതേപോലെ നമ്മുടെ വെഹിക്കിളിന്റെ EMI ഫീസ്, അതേപോലെ സർവീസ് ചെയ്യണം, അതേപോലെ അതർ എക്സ്പെൻസ് എല്ലാം കൂടിക്കോ. എന്തുകൊണ്ടാണ് ആൾക്കാർ അധ്വാനിച്ചിട്ട് സാധാ മേഖലയിൽ ജോലി ചെയ്തിട്ട് അധ്വാനിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ മേഖലയ്ക്ക് ആൾക്കാർക്ക് നല്ല രീതിയിൽ എത്താൻ സാധിക്കാത്തത്? അതെന്ന് പറഞ്ഞാൽ നമ്മളെ എക്സ്പെൻസ് തന്നെയാണ് പ്രശ്നം. പണിയെടുക്കുക, നമ്മൾ സാധനം വാങ്ങിക്കുക, ഇതാണ് നമ്മളെ പ്രശ്നം. അപ്പൊ നമ്മൾക്കൊരു പാസീവ് ഇൻകം കിട്ടുന്നില്ല. അപ്പം അതാണ് നമ്മളെ മുമ്പിലുണ്ടാകുന്ന ഏക പ്രശ്നം. അപ്പം റോബർട്ട് കിയോസാക്കിയുടെ ഒരു സാധനം ഞാൻ ഒരു ക്വാർട്ടറിൽ കൂടി കാണിക്കും. നിങ്ങൾക്ക് നല്ല പരിചയമാണ്, പക്ഷെ എനിക്ക് പറയാനുള്ളത് അതല്ല. നോക്കിക്കോ, എംപ്ലോയ്മെന്റ് സെൽഫ് എംപ്ലോയ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പണത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കുന്നു. ഈ മേഖലയിലെ ആൾക്കാർ എങ്ങനെയാണ് ചെയ്യുന്നത്? അതാണ് 95% ആൾക്കാർ. ഇനി ഇവിടെയുള്ള ആൾക്കാർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് അവിടെയുള്ള പണം അവർക്ക് വേണ്ടി പണിയെടുക്കുന്നു. അതാണ് അതും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? ഈ 95% ആൾക്കാർ പണത്തിന് വേണ്ടി പണിയെടുക്കുന്നുണ്ടെങ്കിൽ 5% ആൾക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്നത് പണമാണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഈ കാറ്റഗറിയിൽ നമ്മൾക്ക് കോടീശ്വരന്റെ പട്ടികയിലേക്ക് പോണോ? ഇതാണ് ചോദ്യം. ഇതിന് MA വരെ പഠിക്കണ്ട, കുറച്ച് മതി. കാരണം ഇവിടെ വേർഡ് പഠിക്കേണ്ട എന്താണ്? നമ്മളെ ഒന്ന് പഠിക്കണം, നമ്മളെ പഠിക്കണം നമ്മൾ. കാരണം നമ്മൾ ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല, നമ്മളെ പഠിക്കണം, നമ്മളെ വിശ്വാസം വേണം. ഈ ലോകത്തെ വിശ്വസിക്കാൻ പറ്റുന്ന ഏക വ്യക്തി ആരാണ്? നമ്മൾ മാത്രമാണ്. അപ്പൊ നമ്മളെ കഴിവ് നമുക്ക് വിശ്വാസം വേണം. ചില ആൾക്കാരറിയോ, വരും കുറച്ചു ചെയ്യും, അവർ നിർത്തിപ്പോവും. സാർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തുടങ്ങാൻ വലിയ പ്രശ്നമില്ല, നിർത്താനാണെങ്കിൽ വലിയ പ്രശ്നമില്ല. അത്ര മേഖല നഷ്ടപ്പെടാൻ ഒന്നുമില്ല. സാർ എന്തിനാണ് സാർ നിർത്തുന്നത്? ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ പലതുള്ളി പെരുവെള്ളം പോലെ ആരെങ്കിലൊക്കെ വരും, ആരെങ്കിലൊക്കെ സാധനം പർച്ചേസ് ചെയ്യും, അതിന് ടേൺ ഓവർ മാച്ചിങ് നമുക്ക് കാശ് കിട്ടും. നാളെ നമ്മളെക്കാട്ടി കഴിവുള്ളവൻ വരും. ഇതേപോലത്തെ ഒരു അനൂപോ അനീഷോ ബെന്നിയോ ഇവരാരെങ്കിലും ശൈലേഷോ ആരെങ്കിലും വന്ന പോലെ. അപ്പൊ ഇതേപോലെ ആൾക്കാർ വരും. ഈ ആൾക്കാർ വരുമ്പോൾ നമ്മൾക്ക് വരുമാനം കിട്ടും. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ബിസിനസിനെ കുറിച്ചൊന്നും ആത്മാർത്ഥമായി പഠിക്കുക. കാരണം മറ്റുള്ള മേഖല ആരും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. ഇവിടെ നമ്മൾ വിജയത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ മാത്രമാണ്. അപ്പം അതിന് ക്ഷണിക്കുന്ന നമ്മളെ കമ്പനി ആണ്. അപ്പം മനസ്സിലാക്കുക, ഈ കമ്പനിയിലേക്കാണ് എനിക്കും അവസരം കിട്ടിയത്. നമ്മളെ അനൂപ് സാറും മനീഷ് സാറിനും ബെല്ലി സാറിനും മുബീൻ മുഹമ്മദ് സാറിനും ജെറോം കെ ജെയിംസിനാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ ലീഡേഴ്സിനും ഇവിടെയാണ് അവസരം ലഭിച്ചത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്തതെന്ന് മാത്രം ആലോചിച്ചാൽ മതി. കാര്യത്തിലുള്ളൂ, ആത്മാർത്ഥമാര് പഠിച്ചു, ആത്മാർത്ഥമാര് ഇത് ഏറ്റെടുത്തു, ആത്മാർത്ഥമായിട്ട് ചെയ്തു. എന്റെ അപ്ലൈ ലീഡർ ആയിട്ടുള്ള MS പ്രസാദ് സാറ് ഒരിക്കലും സോമ സാറെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യാത്തത്, എന്താണ് ഇറങ്ങാത്തത് ചോദിക്കുന്ന ഒരു അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കാരണം എന്താ, ഈ ബിസിനസ് ഞാൻ മനസ്സിലാക്കിയത് എന്റെ ബിസിനസ്സാ. ഈ കമ്പനി മൈലേഷ്യയിൽ വന്ന കമ്പനി തന്നെ ഓണർ ഞാനാണ്. എന്റെ ചിന്ത അതാണ്. അപ്പൊ ആ ഓണർക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ അങ്ങനെ കാണാവുള്ളൂ. ആ കമ്പനി അത്രയും വലിയൊരു കമ്പനിയാ, അത്ര വലിയ മാനേജ്മെന്റ്. ആ മാനേജ്മെന്റ് നമ്മൾക്ക് തരുന്ന സപ്പോർട്ട്, അതിന് നമ്മൾ ഉയർത്താനുള്ള സപ്പോർട്ടാണ് നമ്മൾക്ക് തരുന്നത്. അപ്പം ആരും ഇല്ലാത്തടക്കുന്ന ഒന്നുമില്ലാതെ നമുക്ക് ഈ ലെവലിലേക്ക് എത്താൻ സാധിച്ചല്ലോ. അപ്പൊ നിങ്ങളെ മുമ്പിൽ 2 കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പം ഒന്നാമത് നിങ്ങൾക്കറിയാം DPയും MRPയും. അപ്പം ഈ പ്രോഗ്രാം MC ചെയ്യുന്ന സാർ ഒന്ന് മൈക്ക് ഓൺ ആക്കാവോ? ഒരു കാര്യം ചോദിക്കാനാണ്. യെസ് സാറേ, DP MRP എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? DP ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രൈസ് അതല്ലേ നമ്മൾ അറിഞ്ഞത് അല്ലേ? MRP എന്ന് പറയുമ്പോൾ മാക്സിമം റീറ്റെയിൽ പ്രൈസ് അല്ലേ? പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോ DPയും MRPയും എന്റെ മനസ്സിൽ ചില ആശയങ്ങൾ വന്നു. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പം പക്ഷെ ഇങ്ങനെ ആക്കുമ്പോൾ ഒരു മനസ്സിലൊരു സന്തോഷം. കാരണം നമ്മൾ DPയും കണ്ടിട്ട് MRPയും കണ്ടിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് ഇത്രയും DP എന്ന് പറയുന്നത് D എന്ന് പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പൊ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കുമ്പോൾ, കാരണം നമ്മൾക്ക് സക്സസ് ആവേണ്ട ഈ മേഖലയിൽ നമ്മൾ അവിടെ എത്തണമെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വലിയ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓരോരോ ആൾക്കാർ, കാരണം നമ്മൾ ഈ ബിസിനസ്സിലെ എല്ലാ വ്യക്തികളും, മുബീൻ മുഹമ്മദ് സാർ അടക്കം എല്ലാ വ്യക്തികളും ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് തന്നെയാണ് വന്നത്. ഒന്നേ തൊട്ട് തുടങ്ങിയിട്ടാണ് വന്നത്. അനൂപ് സാറും മനീഷ് സാറും ഇപ്പം തന്നെ പ്ലാറ്റിനം എക്സിക്യൂട്ടീവ് ആയിട്ട് അപ്പം തന്നെ മാറിയതല്ല. അവരൊക്കെ ഓട്ടത്തിൽ അവരൊക്കെ പ്രവർത്തനത്തിൽ ഒരുപാട് റിസ്കുകൾ ഉണ്ടായിരുന്നു.
അപ്പം അങ്ങനെ അപ്പം ഓരോ ഡിസ്ട്രിബ്യൂട്ടറും ഈ ലെവലിലേക്ക് ചിന്തിക്കുക. അടുത്ത പൊസിഷൻ, പി എന്ന് പറഞ്ഞ പൊസിഷൻ. ഈ ബിസിനസ്സിലേക്ക് ഞാൻ നേരത്തെ അല്ലേ നമ്മൾ പലതുള്ളി പെരുവളം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് നമ്മൾ എടുക്കുന്ന പർച്ചേസിങ്ങും എല്ലാ കാര്യങ്ങളും വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ടേൺ ഓവർ വന്ന് ഒരു സുപ്രാത്തിൽ 2 ലക്ഷം ബിസിനസ്സോളം മാച്ചിങ് ആകും നമ്മൾ ടീം കൂടുന്ന റാങ്കിലേക്ക് നമ്മൾ എത്തും. അപ്പൊ നമുക്ക് 3 ലക്ഷം ഇവിടെ ഇൻഷുറൻസ് കൂടി തരും കമ്പനി അപ്പോഴാണ് നമ്മളെ ഏറ്റെടുക്കുന്നത് അല്ലേ. നമ്മളിതാ എടുത്തോളാണ്, ഇതാ ഞാൻ അങ്ങോട്ട് എടുക്കുവാന്ന് പറയില്ല നമ്മള്, അതേപോലെ നമ്മളെ അങ്ങോട്ട് എടുക്കുവാണ്. അപ്പം പൊസിഷൻ, അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾക്ക് ഓരോ പൊസിഷൻ തരും. ഓരോ പ്രാവശ്യം റാങ്ക് നമുക്ക് ചേഞ്ച് ആവും, അതിനടുത്തൊരു വരുമാനം കിട്ടും. ഈ പൊസിഷനും കൂടി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഒരു 3 വർഷം ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം എം എന്ന് പറഞ്ഞത് മാർക്കറ്റിംഗ് ആണ്. ഈ ബിസിനസ്സിൽ നമ്മളെ മാർക്കറ്റ് ചെയ്യണം. കാരണം എന്താ, ഉപയോഗിച്ച സാധനം നല്ലതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വേണ്ടപ്പെട്ട ബന്ധുവിനും സുഹൃത്തിനും അയൽവാസിക്കും സാധനം കൊടുക്കണം. കാരണം ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ബിസിനസ് ശക്തമായിട്ട് ചെയ്യാൻ ഏറ്റവും നല്ല അവസരമാണിത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മള് മാർക്കറ്റിംഗില് നമ്മളെ വേണ്ടപ്പെട്ട ബന്ധുവിന് ഒരു 10 വലിയ ആളെ ലിസ്റ്റ് ഒരു 10-30 ആളുകൾ ലിസ്റ്റ് ഇടുക. നമ്മൾ അവർക്ക് വേണ്ടപ്പെട്ട സാധനം കൊടുക്കുക. അവിടെ ഷോപ്പിൽ പോയിട്ട് അവരെല്ലാ സാധനം വാങ്ങിക്കുന്നുണ്ടല്ലോ. ആ വാങ്ങിക്കുന്ന സാധനം എന്തിനാണ് അവിടെ നിന്ന് വാങ്ങിക്കുന്നത്? അതിനെക്കാട്ടും ക്വാളിറ്റി ഉള്ള, അതിനെക്കാട്ടും വില കുറവിൽ DP റേറ്റിന് നമ്മൾക്ക് ഇവിടെ കിട്ടുമല്ലോ. അപ്പം അവർക്കും ലൈസൻസ് അടിച്ചുകൊണ്ട് അവർക്ക് ഈ സാധനം കൊടുക്കൂ. അപ്പം അവരെല്ലാം നമ്മളെ സാധനം ഉപയോഗിക്കട്ടെ. അല്ലാണ്ട് നമ്മൾ അതിനെ ക്വാളിറ്റി സാധനം നമ്മളതാണല്ലോ. അപ്പം അത് ഉപയോഗിക്കുക. അവരെ ഹെൽത്തിനെ കുറിച്ച് പറയാ, ഇമ്മ്യൂണിറ്റിനെ കുറിച്ച് പറയാ. മനസ്സിലാക്കണം സാറേ, ഇനി വരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും നല്ല അവസരമാണ് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അത് മനസ്സിലാക്കുക. അപ്പം അതാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് നന്നായിട്ട് നമ്മൾ ചെയ്യുക. അടുത്ത റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ ആ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വില കുറവ് മേടിക്കാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അവർക്ക് ലൈസൻസ് എടുക്കുക. അവരെ പയ്യെ നമ്മളെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ അത് ചെയ്യുക. അടുത്തതാണ് പ്രോഗ്രാം. എല്ലാ പ്രോഗ്രാമും, കാരണം എന്നറിയോ, ടീമിന്റെ വിജയം എന്ന് പറയുന്നത് ഇത്തരം മേഖലയാണ്. ഈ മേഖലയെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഒറ്റൊരു കാര്യം കൂടി പറയാനുള്ളൂ. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്, അത് ഞാൻ പറഞ്ഞു തരാം. കാരണം നമ്മളെക്കാട്ടും നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് എല്ലാം ചെയ്യുന്നതും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ലീഡേഴ്സ് ആണ് നിങ്ങളെല്ലാവരും, അനൂപ് സാർ, അരി സാർ എല്ലാവരും. പക്ഷെ ഞാനിപ്പോ അടുത്ത കാലത്ത് ചെയ്ത ഒരു രീതിയുണ്ട്, അതിനെക്കുറിച്ച് പറയാം. നിങ്ങൾക്ക് ഒരു 3 വർഷം കൊണ്ട് എങ്ങനെ ITC ആകാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, പറയട്ടെ. അപ്പം ഇവിടെ നമുക്ക് നോക്കാം. ഒരു മനുഷ്യൻ ഒരു പ്രൊഡക്റ്റ് എടുത്താൽ ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും 4 ആളെ നമുക്ക് അവർക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ലേ? അവർക്ക് 4 ആളെ കൊണ്ടുവരാൻ പറ്റും. ORSS 1-ലും 2-ലും വരുന്ന 2 വ്യക്തികളെ താഴെ തന്നെ അവർക്ക് അതിന്റെ അണ്ടറിൽ 2 ആൾക്കാരെയും പ്ലേസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പം ഒരാള് 4 ആളെങ്കിലും ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, കാരണം ചില ആൾക്കാർ 1-2 ആൾക്കാരല്ല, നമുക്ക് ഒരുപാട് പരിചയമുണ്ട്. പക്ഷെ 4 ആളെങ്കിലും കൊണ്ടുവരുക. 4 കുടുംബത്തിന് വില കുറവിൽ സാധനം കിട്ടട്ടെ, അതാണ് ഉദ്ദേശം. കാരണം വലിയ MRP റേറ്റിനേക്കാൾ നല്ല DP റേറ്റിനാണല്ലോ. അപ്പൊ വില കുറവിൽ എല്ലാവർക്കും കിട്ടാനുള്ള ഒരു അവസരമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ 4 ആൾക്കെങ്കിലും അങ്ങനെ കൊടുക്കുക, അവരെ മേടിക്കുക. എന്നിട്ട് ഇതേ ഒരു പ്രോസസ്സ് തുടർന്ന് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 1-ാമത്തെ വർഷം നമുക്ക് എടുക്കാൻ വേണ്ടി സ്ലൈഡിൽ ചെറിയ പ്രശ്നവും ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ എന്നാലും വിചാരിക്കുന്നത് അവിടെ 4 സ്റ്റെപ്പ്, ഒരു വർഷം കൊണ്ട് 4 സ്റ്റെപ്പ് ബിസിനസ് ചെയ്താൽ മതി. ആദ്യം 4 ആൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ 4 × 4 16 ആൾ വരും. 16 × 4 64 വരും. 64 × 4 256 വരും. ഇതൊരു കണക്കാണ്. അപ്പം 256 ആൾ ഒരു വർഷം കൊണ്ട് വന്ന് വിചാരിക്കാം. എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകുമോ? നമ്മളെപ്പോലെ തന്നെ ചങ്കുറപ്പുണ്ടാകുമോ? എല്ലായിരിക്കും ഇല്ല. അപ്പം പക്ഷെ നമ്മൾ ഇതിന്റെ 156 ആളെ ഞാൻ മാറ്റി നിർത്തുകയാണ്. 2-ാമത്തെ വർഷത്തിലേക്ക് ഞാൻ കണക്ക് വെച്ച് 100 ആളെയാണ്. 100 × 4 എല്ലാ വർഷവും 4 സ്റ്റെപ്പാണ് ഞാൻ ചെയ്യാൻ പറയുന്നത്. അപ്പം ഇവിടെ 400 × 4 1600, 1600 × 4 6400, 6400 × 4 25600 ഡിസ്ട്രിബ്യൂട്ടർ. ഈ 2-ാമത്തെ വർഷത്തിലേക്ക് 3-ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് 15600 ആളെ ഞാൻ ഒഴിവാക്കിക്കൊണ്ട് വെറും 10,000 മാത്രം ആൾക്കാരെ കാണിച്ചിട്ട് അതിന്റെ 4 സ്റ്റെപ്പ് ചെയ്ത സമയത്ത് ഇവിടെ സംഭവിച്ചത് 25,60,000 ഡിസ്ട്രിബ്യൂട്ടർ. ആദ്യം ശ്രദ്ധിക്കണം, ആദ്യം 156 ആൾക്കാരെ ഒഴിവാക്കി. 2-ാമത് വന്നപ്പോൾ 15,600 ആൾക്കാരെ ഒഴിവാക്കി. അതേപോലെ അതിനുശേഷം വന്നപ്പം ഇവിടെ 25,60,000 ആണ്. അതിൽ നിന്ന് ഞാൻ 20,60,000 ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ട് വെറും 5 ലക്ഷം ആൾക്കാരെ കാണിച്ചുകൊണ്ട്
ഇവര് സ്വന്തം ഐഡിയയിൽ ഒരു ബിസിനസ് വോളിയം 3700 ബിസിനസ് വോളിയം അവരെ മന്ത്ലി പർച്ചേസ് ഒക്കെ ആയിട്ട് 3 വർഷം കൊണ്ട് 5000 ബിസിനസ് വോളിയം ഒരാൾ എടുക്കുന്നത്. അങ്ങനെ എടുത്താൽ പോലും 5 ലക്ഷം ആൾക്കാരെ 5000 എടുത്താൽ 250 കോടിയുടെ ബിസിനസ് ഉണ്ടാവും. ആ 250 കോടിയിൽ നിന്ന് 230 കോടി ഞാൻ ഒഴിവാക്കാൻ പോവുകയാണ്. 250 കോടിയിൽ നിന്ന് 230 കോടി ഒഴിവാക്കിക്കൊണ്ട് വെറും 10 കോടി ഓർഡർഷിപ്പ് ഫണ്ടിൽ പോലും കാണിച്ചാൽ പോലും ITC ആവും എന്നാണ് ഇതിന്റെ കണക്ക്. സാറേ എത്രയോ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ, ഒരേ മനസ്സോടുകൂടി നമ്മൾ ഒരു നല്ല ചിന്താഗതിയോടുകൂടി പഠിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രക്ഷപ്പെടണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്താൽ മാത്രം മതി. ഒരിക്കലും മുകളിലോട്ടോ താഴോട്ടോ നോക്കണ്ട. നമ്മൾ കൂടെ വന്ന അവരെ ഡെവലപ്പ് ചെയ്യണം, അവരെ സപ്പോർട്ട് കൊടുക്കണം, അവർക്ക് വരുമാനം വാങ്ങിച്ചത്. നമ്മൾ ഏക ലക്ഷ്യം എന്താ, നമ്മളെ കൂടെ വന്നവന് വരുമാനം വേണം, അവർക്ക് വരുമാനം. അതിന് നിങ്ങൾ വീക്കിലി ഒന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കൂ. നിങ്ങളുടെ ടീമിലുള്ള ഒരു DTCU ലീഡറൊക്കെ ഒന്ന് അവരെ അണ്ടറിലേക്ക് ഒരു ആഴ്ചയിൽ ഒരു മോണിറ്ററിംഗ് നടത്തട്ടെ. അതിനുശേഷം അത് ഒരു മാസം അങ്ങനെ ഒരു 3 ആഴ്ചക്ക് ചെയ്താൽ മാസ അവസാനം ഒരു STC ലീഡർ അതിനെക്കുറിച്ച് വിലയിരുത്തി കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് വരുമാനം കിട്ടുന്നത്, ആർക്കൊക്കെയാണ് എവരി വീക്ക് ഇൻകം ഇല്ലാത്തത്, എവിടേക്കാണ് പ്രോഗ്രാം നടക്കുന്നത്, ഇതിനെക്കുറിച്ച് എല്ലാം വിലയിരുത്തി കഴിഞ്ഞാൽ ഈ ബിസിനസ് അതിന്റെ 3 വർഷം മുന്നോട്ട് പോയാൽ നമ്മൾക്ക് എല്ലാവർക്കും ഈ ബിസിനസ്സിലൂടെ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇത് മാത്രം പോരാ, ഒറ്റ കാര്യം കൂടി ഇതിന്റെ കൂടെ സംഭവിക്കണം. റിക്രൂട്ട്മെന്റ് മാത്രം പോരാ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ക്രിയേഷൻ മാത്രം പോരാ, ലീഡേഴ്സ് ക്രിയേഷൻ ഇതിന്റെ കൂടെ സംഭവിക്കും. ഇതിനാണ് ലീഡേഴ്സ് എല്ലാ കാര്യം ചെയ്തു തരുന്നത്. അനുസരം എല്ലാം ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. 3 വർഷം കൊണ്ട് എങ്ങനെ നടക്കും? നിങ്ങൾക്ക് വന്ന ആളിൽ നിന്ന് ഇതേപോലെ ഓരോ വർഷം 10 ആള് ഈ ബിസിനസ്സിലേക്ക് ലീഡർഷിപ്പിലേക്ക് വന്നാൽ ഈ ബിസിനസ്സിൽ നിങ്ങൾ എല്ലാവരും സക്സസ് ആവും. എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും സക്സസ് ആവും. അത് നമ്മുടെ കഴിവല്ല, നമ്മളെ കൂടെ വരുന്നതും ഈ സിസ്റ്റത്തിന്റെ പവർ മാത്രമാണ്. അപ്പൊ ഈ 10 ആൾക്കാർക്ക് നമ്മൾ അടുത്ത വർഷം 10 ആൾ ഉണ്ടാക്കി നമ്മൾ നിന്ന് കൊടുത്താലോ, നമ്മൾ സപ്പോർട്ട് ചെയ്താലോ, 10ന്റെ കൂടെ 10 വന്നാൽ 100 ആയില്ലേ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് 100 ലീഡർമാരായി അല്ലെ? 3ാമത്തെ വർഷം 100ന്റെ കൂടെ 10 വന്നാലോ 1000 ലീഡർമാരാവൂലേ? ആകും സാറേ. ഇവരൊക്കെ ഓരോ ലക്ഷം ബിസിനസ് പോലും ഒരാഴ്ചയിൽ കൊണ്ടുവന്നാൽ കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവർ വരും. പക്ഷെ അത്ര നമുക്ക് വേണോ? വേണ്ട. നോക്കൂ, ഇവിടെ 17 ലക്ഷം ബിസിനസ്സുകൾ വേണ്ടു. നിങ്ങളെ കൂടെ 10 ലീഡർമാർ വന്നാൽ പോലും നിങ്ങൾക്ക് സീലിംഗ് അച്ചീവറും ആകാൻ സാധിക്കും. 3 വർഷം കൊണ്ട് ITC ആകാൻ പറ്റും. അതിനെക്കാട്ടും വലിയ ലെവലിലേക്ക് എത്തും. ഇങ്ങനെ ഒരു 4 വർഷം ചെയ്ത സാറങ്ങൾ ആലോചിച്ച് നോക്ക്, വലിയ ലെവലിലേക്കാണ് നമ്മൾക്ക് എത്തുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് ഒന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കുക. അപ്പം ഇതാണ് കാരണം ഒന്നുമില്ലാത്തവരൊക്കെ ഇത്രയും ലെവലിലേക്ക് എത്താനും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഇതിന്റെ കൂടെ നിന്നു എല്ലാ ലീഡേഴ്സും പൊട്ടനായാൽ പൊട്ടൻഷ്യൽ ആവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ വാക്കിലോ ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് അതൊക്കെ വലിയ മുതൽക്കൂട്ട് എനിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഈ 8ാം ക്ലാസ് വിദ്യാഭ്യാസം എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്നെ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. അതിനൊരു മനസ്സ് മാത്രം മതി. നമ്മൾക്ക് വേറെ ഒന്നും ഈ ഒരു മേഖലയിൽ ആരും ഒന്നും തരാനില്ല. ഇനിയുള്ള കാലത്ത് കോവിഡൊക്കെ ആയിട്ട് എന്തൊക്കെ സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സൈഡിൽ നിന്ന് നമുക്ക് ദൈവമായിട്ടും ഒരു ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ ബിസിനസ്സിൽ MI ലൈഫ് സ്റ്റൈലിൽ വന്നിട്ട് അതിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ നന്നായിട്ട് കഴിച്ചുകൊണ്ട് നമ്മുടെ നല്ല ഫാമിലിക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ നാട്ടുകാർക്കും നമ്മളെ സുഹൃത്തുക്കൾക്കെല്ലാം ഈ സാധനം ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന സാധനം കൊടുത്തുകൊണ്ട് നമ്മൾക്ക് ഈ ബിസിനസ്സിലൂടെ നേട്ടങ്ങളിലേക്ക് എത്താൻ സാധിക്കും. ഇപ്പോഴാണ് പല പ്രാവശ്യം കളിയാക്കിയ വ്യക്തികളെല്ലാം ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. നമ്മൾ ആരോട് വെറുക്കേണ്ട ആവശ്യമില്ല, ആരെ മോഷിപ്പിക്കണ്ട. കാരണം നമ്മുടെ ടീമിലേക്ക് നമ്മളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ കാത്തോണം. കാരണം ഇത് പല അച്ഛനും മക്കളാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ക്ഷമിച്ച് സഹിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ, കാരണം മറ്റുള്ള മേഖല നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടു, അവിടെ ആരും മോട്ടിവേറ്റ് ഉണ്ടായിരുന്നോ, ഇതേപോലെ ട്രെയിനിങ് തരാൻ ഉണ്ടായിരുന്നോ? നമ്മൾ ഒരു പണിയെടുക്കണ്ടേ അല്ലേ? പക്ഷെ ഇവിടെ എത്തുമ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു മടി തോന്നാൻ പാടില്ല. അതുകൊണ്ട് ഈ മേഖലയെ കുറിച്ച് മനസ്സിലാക്കുക. നമ്മൾ ഈ കോവിഡിന്റെ സമയത്തിന് നമ്മൾ അതിജീവിക്കും. അതിനെക്കാട്ടും വലിയൊരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് എല്ലാ വ്യക്തികൾക്കും ഈ ഒരു ബിസിനസ്സിലൂടെ ഈ മൈലേഷിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. അതേപോലെ തന്നെ ഒരിക്കൽ കൂടി അനൂപ് സാറിനും അനീഷ് സാറിനും അതുപോലെ ബെല്ലി സാറിനും എല്ലാ ലീഡേഴ്സിനും CTCക്കും അതുപോലെ NTCക്കും എന്നെ ശ്രമിച്ചിരിക്കുന്ന എല്ലാ ലീഡേഴ്സിനും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ താൽക്കാലികമായിട്ട് ഈ ഒരു സെഷനിൽ വിടവാങ്ങുന്നു. ഓക്കെ ബൈ. താങ്ക് യു സോ മച്ച് സോമർ സാർ. താങ്ക് യു സോ മച്ച്. വളരെ എനിക്കൊന്നും അദ്ദേഹത്തിന് സമയം തികഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടായിരുന്നു. എന്നാലും നമ്മുടെ നിശ്ചിത സമയത്തിലുള്ള ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു. ഞാൻ സാറിനെ ഓർക്കുന്നത് കഴിഞ്ഞ ദുബായ് കൺവെൻഷനിൽ ഞാൻ ഇന്നും ഓർക്കുന്നു. കാരണം സാറിന് ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യമാണ്. കാരണം ദുബായ് കൺവെൻഷനിലെ ഡെസേർട്ട് സഫാരിയുടെ സമയത്താണ് നമ്മളന്ന് വൈകുന്നേരം അവിടെ നിന്നപ്പോഴത്തേക്കും രാത്രി സമയത്ത് ഏകദേശം 2 മണിക്കൂറോളമാണ് ഡൽഹിയിലെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ RTC ആണ് മിസ്റ്റർ അമിത്.
അദ്ദേഹം കുറച്ച് ഡൗട്ട്സുകൾ ചോദിച്ചായിരുന്നു. അദ്ദേഹം നേരെ ഇംഗ്ലീഷ് വന്ന് ചോദിക്കും, അത് എൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ സാറിന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഏകദേശം എൻജോയ് ചെയ്യേണ്ട ടൈമായിരുന്നു. എന്നിട്ട് കൂടി ഒരു 2 മണിക്കൂറോളം ക്ഷമയോടുകൂടി, സാറിന്റെ ടീമേ അല്ല, സാറിന് അദ്ദേഹം ബിസിനസ് ചെയ്ത പ്രത്യേകിച്ച് ബിസിനസ് പോളിയോ കാര്യങ്ങളൊന്നും കയറാറില്ല, എൻജോയ് ചെയ്യേണ്ട ആ ഒരു ടൈമിൽ പോലും സാറ് 2 മണിക്കൂറോളം നേരം അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞാൻ ഇന്ന് സാർ ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അപ്പം ആ രീതിയിൽ മറ്റൊരു ടീമൊന്നും അങ്ങനെ ഒരു ചിന്തയില്ല, എല്ലാം തന്റെ ഫാമിലി എന്നുള്ള രീതിയിൽ കാണുന്ന സാറിന് ഒരു വലിയ മനസ്സുണ്ട്. അത് തന്നെയാണ് സാറിന്റെ തീർച്ചയായിട്ടും വിജയത്തിന്റെ രഹസ്യം ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. എനിവേ സാർ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ ഒരു ഓപ്ഷൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ, കാരണം ഒരുപാട് അറിവുകൾ പുതിയതായിട്ട് കിട്ടി. എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. GCയുടെ മൊത്തം പേരിൽ ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം വൈകിയ വേളയിൽ ഇനി പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ CTC ലീഡറായ ശരൺ കുമാർ സാറിന് ഞാൻ വളരെ ഹാർദമായിട്ട് ഞാൻ സ്വാഗതം ചെയ്തു. താങ്ക് യു മിഥുൻ സാർ. സാർ എന്തായാലും സോമകുമാർ സാറിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ പ്രോഗ്രാം, ഒരു മനോഹരമായ പ്രോഗ്രാം ആയിരുന്നു. നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് പറയുന്നത് പോലെ തന്നെ ഹിസ്റ്ററി, സാറിന്റെ സ്റ്റോറി ആണെങ്കിൽ ഇന്നതൊരു ചരിത്രമാണ്. തീർച്ചയായിട്ടും ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാറിന്റെ ഈ ട്രെയിനിങ് കൊണ്ട് സഹായിക്കും. എന്തായാലും കണ്ണൂർ കൂത്തുപറമ്പിൽ നിന്ന് തുടങ്ങി 8ാം ക്ലാസ് വിദ്യാഭ്യാസത്തിൽ തുടങ്ങിയ കഥ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നത് 1500 മുകളിൽ ആൾക്കാരാണ് 2 മീഡിയത്തിലൂടെ, നമ്മുടെ സൂമിലും യൂട്യൂബിലുമായിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടിരിക്കുന്നത്. അതിൽ എനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. സോമകുമാർ സാറിന്റെ തുടക്ക കാലഘട്ടം തൊട്ടേ അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതിയൊക്കെ അറിയാൻ പറ്റും. ഇന്നിപ്പോ സാറ് ഒരുപാട് അച്ചീവ്മെന്റ്സ് കാണിച്ചു. ജഗ്വാറും പുതിയ ഇന്നോവ ക്രിസ്റ്റയും എടുക്കാൻ പോകുന്ന മെർസിഡീസ് ബെൻസും അതുപോലെ തന്നെ സാറിന്റെ വില്ലയും കാലിക്കറ്റുള്ള ഓഫീസും ഫ്ലാറ്റും ഒക്കെ കാണിച്ചു. പക്ഷേ ഇതിനൊക്കെ മുമ്പ് ഒരു 5 വർഷം മുമ്പ് ഉള്ള സോമകുമാർ എന്തായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ സാർ എടുത്തിട്ടുള്ള കഷ്ടപ്പാടിന്റെ, സാർ എടുത്തിട്ടുള്ള പെയിന്റെ, സാർ എടുത്തിട്ടുള്ള എഫേർട്ടാണ് ഇന്ന് സാറിന്റെ ഈ അച്ചീവ്മെന്റ്സിനെ സാർ എത്തിയിട്ടുള്ളത്. എന്നാലും സാർ പറഞ്ഞ വാക്ക് തന്നെ ഞാൻ കടമെടുക്കുകയാണ്. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് മൈലേജ് സ്റ്റൈലിൽ നിന്ന് ഗ്രൂപ്പ് കാണിക്കുമെന്ന് സാറിന്റെ ട്രെയിനിങ്ങിനകത്ത് സൂചിപ്പിച്ചത് സത്യം തന്നെയാണ്. അത്രയും എന്താ പറയാ, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത ഞാനിങ്ങനെ എപ്പോഴും പറയാറുണ്ട്, വളരെ വിദ്യാഭ്യാസമൊന്നും ഈ ബിസിനസ് ചെയ്യാൻ വേണ്ട, സോമകുമാർ സാറിനെ എക്സാമ്പിൾ ആക്കണമെന്നൊക്കെ പറയും. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോമകുമാർ സാറിന്റെ ഒരു ട്രെയിനിങ് കേട്ട് കഴിയുമ്പോൾ സാറ് ഈ പറയുന്നത് കള്ളമാണെന്ന് ചിലപ്പോൾ ഞങ്ങൾക്ക് തോന്നാറുണ്ട്. സാറ് 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, സാർ ചുമ്മാ കള്ളം പറയുകയാണെന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാര്യം ഇന്ന് സാറിന്റെ പ്രവർത്തനവും സാറിന്റെ ഓരോ വാക്കുകളും ഒരു 8ാം ക്ലാസ്സുകാരനല്ല, ഈ ഒരു MBA കാരൻ സംസാരിക്കുന്നതിനേക്കാൾ മനോഹരമായിട്ട് സാറ് സംസാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സാറിന്റെ ഇൻസ്പയറിങ് വാക്കുകൾ തന്നെയാണ്. സാറ് തന്നെ സൂചിപ്പിച്ചു, കോളേജിലടക്കം എന്താ പറയാ, കോളേജിലേക്ക് എത്താത്ത ആള് കോളേജിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന സിറ്റുവേഷനിലേക്കൊക്കെ വളരാൻ പറ്റിയത് തീർച്ചയായിട്ടും ഡയറക്റ്റ് സെല്ലിങ്ങിനെ അത്രയും പാഷനേറ്റ് ആയിട്ട് അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ടാണ്. എനിക്ക് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് സാറിന്റെ ഈ ട്രെയിനിങ് സെഷനിൽ തോന്നിയ ഒരു കാര്യം, സാർ പറഞ്ഞ ആ ഡ്യൂപ്ലിക്കേഷന്റെ ഭാഗമാണ്. ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും, കടന്നു വരുന്ന ഓരോ വ്യക്തിയും ഒരു പുതിയ 4 പേരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരെ ഈ ബിസിനസ് പഠിപ്പിക്കുകയും അവരെ ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഏത് സാധാരണ വ്യക്തിക്കും കേവലം 4 വർഷം കൊണ്ട് ഒരു ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആകാൻ പറ്റും. ഞങ്ങളുടെ എല്ലാവരുടെയും അനുഭവം ഏതാണ്ട് സമാനമായ അനുഭവം തന്നെയുണ്ട്. കാര്യം ഞാനും തുടങ്ങിയിട്ട് 5 വർഷം പൂർത്തീകരിക്കുന്നു, 6ാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോൾ ഇന്നിപ്പോൾ ITCയുടെ വളരെ അടുത്ത് നിൽക്കുകയാണ്. എന്തായാലും സാർ പറഞ്ഞ കാര്യം വളരെ അർത്ഥവത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്ത് എനിക്കൊരു ഒറ്റ കാര്യമേ ഇന്ന് ട്രെയിനിങ് കേട്ട ആൾക്കാരോട് പറയാനുള്ളൂ. നമ്മൾ ഇതൊക്കെ കേട്ടത് കൊണ്ട് മാത്രം നമ്മൾ ഇതൊന്നും എത്തിപ്പെടണമെന്നില്ല. പക്ഷേ ഈ സോമകുമാർ സാർ എടുത്ത പോലെ ഇന്ന് ഈ ബിസിനസ്സിൽ വിജയിച്ചിട്ടുള്ള ഓരോ ആൾക്കാരും അവരെ എടുത്ത എഫേർട്ട് അല്ലെങ്കിൽ അവരെടുത്തിട്ടുള്ള ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളാണ് അവരെ ഇന്ന് എത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് ഈ ബിസിനസ്സിലൂടെ വിജയിക്കാൻ വളരെ എളുപ്പമാണ്. കാര്യം ഒത്തിരി എന്താ പറയാ പരിമിതികളെ തരണം ചെയ്തുകൊണ്ടാണ് സോമകുമാർ സാർ അടക്കമുള്ള, ബെന്നി സാർ അടക്കമുള്ള, ശൈലേഷ് സാർ അടക്കമുള്ള, അനൂപ് സാർ, അനീസ് സാർ അടക്കമുള്ള ലീഡേഴ്സ് ഇന്ന് ഈ അച്ചീവ്മെന്റ്സ് എത്തിയിട്ടുള്ളത്. കാര്യം ഞങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് എപ്പോഴും പറയാറുള്ള കാര്യം തന്നെയാണ്, കേരളത്തിൽ ഓഫീസില്ല, പ്രൊഡക്റ്റ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇന്ന് എല്ലാ സൗകര്യങ്ങളും വളരെ നമുക്ക് അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സമയത്താണ് പോകുന്നത്. തീർച്ചയായിട്ടും പുതുതായിട്ട് വന്ന ആൾക്കാർക്ക് വളരെ നല്ല രീതിയിൽ ബിസിനസ്
ചെയ്യാൻ പറ്റും. എന്തായാലും ഇത്രയും നല്ല ഇൻഫർമേഷൻസ് തന്ന സോമകുമാർ സാറിന് ടീം GCയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയും സാറിനെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കും. തീർച്ചയായിട്ടും സാറിന് ഇനിയും സാറിന്റെ വിലപ്പെട്ട ട്രെയിനിങ്ങുകൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. യാതൊരു മടിയും കൂടാതെ എത്തിച്ചേരണമെന്നും കൂടെ അഭ്യർത്ഥിക്കുകയാണ്. സോമകുമാർ സാർ, വൺസ് അഗെയിൻ താങ്ക് യു. എന്നാലും നമ്മൾ പ്രോഗ്രാമിന്റെ കൺക്ലൂഷൻ പാർട്ടിലേക്കാണ് പോകുന്നത്. എന്നാലും അടുത്ത ആഴ്ചത്തെ നമ്മുടെ പ്രോഗ്രാം ഹിസ്റ്ററിയുടെ ചരിത്രം കുറിക്കാൻ പോകുന്നത് കോഴിക്കോടിന്റെ സുവർണ താരം, കോഴിക്കോടിന്റെ കരുത്തനായ നമ്മുടെ GCയുടെ പോരാളി, നമ്മുടെ പ്രിയപ്പെട്ട ബെല്ലി സാറാണ് നെക്സ്റ്റ് വീക്ക് നമുക്ക് വേണ്ടി നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം ഹിസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം നയിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ 2 പ്രോഗ്രാമുകൾ മനോജ് സാറും സോമകുമാർ സാറും നമുക്ക് ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ട് അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ അതിനേക്കാൾ എന്താ പറയാ ഒരു ഗംഭീരമായി അടുത്തൊരു സെഷനുകൾ ഇനി വരാനിരിക്കുകയാണ്. തീർച്ചയായിട്ടും അടുത്ത ആഴ്ചത്തെ സെഷൻ നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ ബെല്ലി സാറിന്റെ സെഷനാണ്. 2 ഐഡികളിൽ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആയ വ്യക്തിയാണ്. ഈ പറയുന്ന കാലയളവിൽ 2 ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പുകൾ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞ റാങ്കിൽ എത്തിച്ചു. നിരവധി സാധാരണക്കാരായ വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തി. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ഒരുപാട് അനുഗ്രഹമാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഇന്ന് പങ്കെടുക്കാത്ത മുഴുവൻ ആൾക്കാരെയും അടുത്ത ആഴ്ചത്തെ പ്രോഗ്രാമുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ സമയം വളരെയധികം പരിമിതമാണ്. നമ്മുടെ ഈ ട്രെയിനിങ്ങിനകത്ത് പങ്കെടുക്കാവുന്ന ആൾക്കാരുടെ ഇതിനും പരിമിതിയുണ്ട്. 1000 വ്യക്തികൾ. ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോൾ 7:45 സമയത്ത് ഞാൻ 7:30 തൊട്ട് ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാര്യം അന്ന് എങ്ങനെ കയറാൻ പറ്റുള്ളൂ. 7:30 ഞാൻ ലോഗിൻ ആക്കി വെച്ചിട്ടുണ്ട്. 7:50 ആയ സമയത്ത് സോമകുമാർ സാറിനെ വിളിച്ചു. സാറെ ട്രെയിനിങ് ഓൺ ആയിട്ടില്ല. ഞാൻ പറഞ്ഞു സാർ ഇപ്പോൾ ഓൺ ആവുമെന്ന് പറഞ്ഞു. സാറിന്റെ കോള് കട്ടാവലും ട്രെയിനിങ് ഓണായി. ഞാൻ നോക്കുമ്പോഴേക്കും 0 to 1000 വളരെ പെട്ടെന്നാണ് പോയത്. ഒരുപാട് ആൾക്കാർക്ക് കയറാൻ പറ്റില്ല. ഒരുപാട് പേര് പിടിച്ചു. അപ്പൊ തന്നെ യൂട്യൂബ് ലിങ്ക് വന്നു. എന്തായാലും നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ അടുത്ത ആഴ്ചയും പരമാവധി ആൾക്കാരെ പങ്കെടുപ്പിക്കുക. എന്തായാലും സോമകുമാർ സാറിന് ഒരിക്കൽ കൂടെ ടീം GCയുടെ നന്ദി അറിയിക്കുകയാണ്. സാർ, താങ്ക് യു, വൺസ് അഗൈൻ താങ്ക് യു. ഇനിയും സാറിന്റെ സഹായങ്ങള്, സാറിന്റെ ട്രെയിനിങ്ങുകൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ അവസാനിപ്പിക്കുന്നു. എന്തായാലും എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പൊ നമ്മുടെ SMSS മറന്നു പോകണ്ട. സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക്, സാനിറ്റൈസർ, സ്റ്റീം ഇൻഹലേഷൻ. അപ്പൊ എല്ലാവരും SMSS പാലിക്കുക. എല്ലാവരും ആരോഗ്യത്തോടു കൂടി ഇരിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് കാണാം. എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.